السلام عليكم ورحمة الله تعالى وبركاته. إلى حضرة نبينا محمد مصطفى صلى الله عليه وسلم وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين، خصوصا وإلى حضرة البدريين واللحديين والخندقين والخيبريين، وإلى حضرة خواجة معين الدين جستي الأجميري قدس الله سره اللذيذ، وابنه فخر الدين باب السلواري قدس الله سره اللذيذ، وابن ابنه أسام الدين صامباري قدس الله سره اللذيذ، وإلى حضرة جدي علي القطب الأهدل قدس الله سره اللذيذ، وإلى حضرة من ماتوا منا من آبائنا ومن أمهاتنا ومن أزواجنا ومن إخواننا ومن أخواتنا ومن أحبابنا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ഹുളൂറും അവിടുത്തെ ഹിമായത്തും ഹിഫ്ളും ഒക്കെയുള്ള നല്ല സദസ്സാക്കി അല്ലാഹു നമ്മുടെ ഈ സദസ്സും മറ്റു എല്ലാ സദസ്സുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ. വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവിധ ഫിത്നയിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കച്ചവടങ്ങൾ നമ്മുടെ ജോലികൾ എല്ലാത്തിലും അല്ലാഹു സലാമത്ത് നൽകുമാറാകട്ടെ. ബഹുവന്യരായ മഖാമിൽ മറവട്ട് കിടക്കുന്ന ഉസ്താദ് അവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല, സമാപനമാണ്. അതുകൊണ്ട് എല്ലാവരും ആ ബേക്കിലിരിക്കുന്ന ആളുകളൊക്കെ ഉള്ളവർ ആ മുന്നോട്ട് കയറിയിരുന്ന് എല്ലാവരും മുമ്പിലെ ഒരു ചുവപ്പ് കസാരയും അങ്ങനെ കാലി കാണും. അല്ലാത്ത ആളുകൾ അങ്ങനെ കുറേ ആളുകൾ നിൽക്കാനും, കുറേ ആളുകൾ ഐസ്ക്രീം തിന്നാനും, കുറേ ആളുകൾ റോട്ടുമ്പോൾ നിൽക്കാനും ഒക്കെ തൗഫീഖുള്ള ആളുകളാണ്. അത് അവരങ്ങനെ നിന്നോളും. അത് എല്ലായിടത്തും ഉണ്ടാവും. അപ്പോഴാണ് ഒരു പരിപാടിയാവുക. കുറേ ആളുകൾ ഹജ്ജിന് പോകുന്ന എല്ലാ ആളുകളുടെയും ഹജ്ജൊന്നും അള്ളാഹു സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ചില ആളുകളുടെ ഹജ്ജൊക്കെ ചിലപ്പോൾ അറഫയിൽ നിന്ന് തന്നെ റെഡിയാവും. ചില ആളുകളുടെ ഹജ്ജ് അറഫയിലേക്ക് എത്തൂല, അതിൻ്റെ മുമ്പ് തന്നെ റെഡിയാവും. ചില ആളുകളൊക്കെ അറഫയിലെത്തുമ്പോൾ അമീറന്മാരോട് തല്ലുണ്ടാക്കുന്ന ആളുകളുണ്ട്. അറഫയിൽ നിന്ന് പ്രധാനപ്പെട്ട സ്ഥലത്ത് തല്ലുണ്ടാക്കാൻ കഴിയാവുന്ന റാഹത്താണ്. ഇനിയിപ്പോൾ അവിടുന്ന് ഒരു തല്ല് നടത്തിയില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല.
ചിലപ്പോൾ അവർ കരുതിയ ചായ ആവൂല, അവർ കരുതിയ കറി ആവൂല, നിങ്ങളെപ്പോലെ തേങ്ങ കുറേ അരച്ച കറി ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ പറയാ ഞാൻ 7 ലക്ഷം റുപ്യ കൊടുത്ത് പോകുന്നതാണ്, ഞാൻ ഉദ്ദേശിച്ച കറി ആയിട്ടില്ല. മോൻ്റെ ഹജ്ജ് അവിടുന്ന് തീരുമാനമാവും. ഇങ്ങനെ പല രൂപങ്ങളിലുമൊക്കെയായി കുറെ ആളുകളുടെയൊക്കെ ഹജ്ജ് അവിടുന്ന് തന്നെ തീരുമാനമായാണ് വരിക. മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ ആ ഹജ്ജ് അള്ളാഹു കബൂലായിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ അവന്റെ ശേഷമുള്ള പ്രവർത്തനം മനസ്സിലാക്കിയാൽ മതി. ഈ മജ്‌ലിസിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ അവന്റെ അവസ്ഥ ഏത് രൂപമാണോ ആ രൂപത്തിനനുസരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ എത്തിയതും പോകുന്നതും ഇവിടെ ഇരുന്നതും ഒക്കെ അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതിഫലം അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു വീട്ടിൽ ഒരു മജ്‌ലിസ് വെച്ചു, ആ മജ്‌ലിസിന്റെ സമാപനമാകുമ്പോൾ നമുക്ക് തിരിയും ഇത് അള്ളാഹു കബൂലായിട്ടുണ്ടോ ഇല്ലേ എന്ന്. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുമ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഉള്ളൂ. കൂടുതൽ സമയമൊന്നും ഇന്ന് ജുമുഅയെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് ആ ജുമുഅക്ക് ഏകദേശം നമ്മുടെ കഴിയുന്ന നേരത്തെ എത്തി അതിൻ്റെ അവസാനം വരെ ഇരുന്ന് സന്തോഷത്തോടു കൂടെ പിരിയുന്ന ആളുകൾ. ചില ആളുകൾ ഒരു ഖുത്ബ കഴിഞ്ഞെത്തുന്ന ആളുകളുണ്ട്, ചില ആളുകൾ രണ്ടാമത്തെ ഖുത്ബയിലെത്തുന്ന ആളുകളുണ്ട്, ചില ആളുകൾ 2 റക്അത്ത് നിസ്കാരത്തിൽ എത്തുന്ന ആളുകളുണ്ട്. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ അവൻ്റെ ആ ഒരു ജുമുഅ എത്രമാത്രം അള്ളാഹു കബൂലായിട്ടുണ്ട് എന്ന്. അതിന് ഒരാളാവശ്യമൊന്നുമില്ല. നേരത്തെ പള്ളിയിൽ വന്നിരുന്ന് 12 മണിക്ക് അല്ലെങ്കിൽ 12:10 ബാങ്ക് വിളിക്കുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, എത്ര ആളുകൾ ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടുണ്ട്, എത്ര ആളുകൾ ഇന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നൊക്കെ ഓരോരുത്തർക്കും അറിയാം. അവനവൻ ചെയ്ത അമലുകൾ എന്തൊക്കെയാണെന്ന് അവനറിയാം. എപ്പോഴാണ് അവൻ പള്ളിയിലെത്തിയത് എന്നൊക്കെ ഓരോരുത്തർക്കും അറിയാം. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും നാം നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് എത്രമാത്രം കബൂലാണ് എന്നുള്ളത് ഓരോ മനുഷ്യനും ആലോചിച്ചാൽ അറിയാം. എൻ്റെ ഒരു എല്ലാ വിഷയത്തിലുമുള്ള ഒരു നിലപാടുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരല്പമാണെങ്കിലും അത് വൃത്തിയിൽ ചെയ്യുക, പോവുക. അതാണ് എൻ്റെ ഒരു തിയറി ഉള്ളത്. അതൊരു വീടുണ്ടാക്കുകയാണെങ്കിലും ഒരു മദ്രസ ഉണ്ടാക്കുകയാണെങ്കിലും പള്ളി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ അത് ആ രൂപത്തിലാവണം. ചില ആളുകൾ വീടുകൾ തുടങ്ങും, ആ വീടിൻ്റെ പണി പൂർത്തിയാകാതെ 5 വർഷം 6 വർഷവുമൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ കഴിയും. ബാത്റൂം ക്ലിയർ ആക്കുമ്പോൾ കിച്ചണ് ക്ലിയർ ആവൂല, കിച്ചണ് ക്ലിയർ ആക്കുമ്പോൾ ബാത്റൂം ക്ലിയർ ആവൂല, അത് രണ്ടും ക്ലിയർ ആക്കാൻ ഒരുങ്ങുമ്പോൾ ഡൈനിങ് ഹാൾ ഉഷാറാവൂല. ഇങ്ങനെ പൂർത്തിയാകാത്ത ധാരാളം വീടുകൾ നമുക്കറിയാം, ഇഷ്ടം പോലെ. അതെന്തുകൊണ്ടാണ്? അവന്റെ കയ്യിലുള്ള പണത്തിന്റെ അപ്പുറമാണ് അവൻ അതിന് കുറ്റിയടിച്ചിട്ടുള്ളത്. ഒരാളുടെ കയ്യിൽ ഒരു ഇന്നോവ കാറ് വാങ്ങാൻ കാശുണ്ടെങ്കിൽ അവൻ എടുക്കേണ്ടത് ഒരു സ്വിഫ്റ്റാണ് എടുക്കാൻ പാടുള്ളൂ. ഒരാൾക്ക് സ്വിഫ്റ്റ് വാങ്ങാനുള്ള കാശ് കയ്യിലുണ്ടെങ്കിൽ ഒരു അൾട്ടോ വാങ്ങാൻ പാടുള്ളൂ. ഒരു അൾട്ടോ വാങ്ങാനുള്ള കാശുണ്ടെങ്കിൽ ഒരു നാനോ വാങ്ങാൻ പാടുള്ളൂ. നാനോ വാങ്ങാനുള്ള കാർ ഉണ്ടെങ്കിൽ ഒരു ആക്റ്റീവ വാങ്ങാൻ പാടുള്ളൂ. ഇങ്ങനെ ഈ വിഷയത്തിൽ താഴോട്ട് ഇങ്ങനെ പോന്നാൽ കടമില്ലാതെ ജീവിക്കാൻ കഴിയും.
ഇന്ന് ആളുകൾക്ക് മുഴുവനും സമാധാനമില്ലാത്ത ആളുകളാണ്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ടെൻഷനുകൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ഓരോരുത്തരെ ഒറ്റയ്ക്ക് വിളിച്ച് ഒരു റൂമിലിരുത്തി അനക്കെന്തൊക്കെയാ പ്രശ്നങ്ങളുള്ളതെന്ന് ചോദിച്ചാൽ ഓരോ A4 ഓരോരുത്തർക്കും എഴുതാനുണ്ടാവും. നേരം വെളുക്കോളം പ്രശ്നങ്ങൾ പറയാനുണ്ടാവും. അതെന്തുകൊണ്ടാണ് വരുന്നത്? നാം ഉണ്ടാക്കി തീർക്കുന്ന ഒന്നാണ്. മനസ്സമാധാനം ഇന്ന് ആളുകൾക്കില്ല. സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള മജ്‌ലിസുകൾ നമ്മൾ എത്തിപ്പെടുകയും ഒരല്പമൊക്കെ ദിക്റുകൾ ചൊല്ലി സന്തോഷത്തോടുകൂടെ ദുആ ചെയ്ത് പോകുന്നതുമൊക്കെ ഒരു സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ്. ഇന്ന് സമാധാനമില്ലാത്ത ആളുകളാണ് എല്ലാവരും. അങ്ങനെ തന്നെയാണ്. ഇന്ന് ഒരു വീടിന്റെ പണി തുടങ്ങുമ്പോൾ അവൻ ആദ്യം തന്നെ തുടങ്ങുന്നത് ലോണ് കൊണ്ടാണ്. ഹൗസ് ലോൺ. ഒരു ഓമന പേരുണ്ട്, നല്ല ഭംഗിയുള്ള പേര്, ഹൗസ് ലോൺ. അപ്പോൾ അതിന്റെ ഗൗരവം കുറഞ്ഞു. ബാങ്കിൽ നിന്ന് ഞാൻ പലിശക്ക് എടുത്തുകൊണ്ടാണ് വീടിന്റെ പണി തുടങ്ങുന്നത് എന്ന് പറയുന്നതിന് പകരം ഹൗസ് ലോൺ എന്ന് വിളിച്ചാൽ അത് വളരെ മനോഹരമായ പേരായി. ഒരു കുട്ടിയോട് SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഈ പരീക്ഷയിൽ പാസ്സായോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടിയുടെ മറുപടി 2 വിഷയത്തിൽ പോയിട്ടുണ്ട്. തോറ്റു എന്നോൻ പറയൂല, ഓൻ തോറ്റു എന്ന് പറയൂല, 4 വിഷയത്തിൽ പോയിട്ടുണ്ട്. ആ പോയിട്ടുണ്ട് എന്നുള്ള സ്ഥലത്ത് ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ മതി. യഥാർത്ഥത്തിൽ അതാണ്. പക്ഷെ ഓന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഓൻ പറയാ 4 വിഷയത്തിൽ പോയിട്ടുണ്ടെന്നാണ്. അത് ഉടനെ തന്നെ അതിന്റെ ജവാബും പറയും. അത് ഇനി അടുത്ത മാസം എഴുതിയെടുക്കാനുള്ള അവസരമുണ്ട്. റെഡി. രണ്ടും തിരിയാത്ത വാപ്പാനും ഉമ്മാനെയും ഓൻ ശരിയാക്കി. രണ്ടും തിരിയാത്ത വാപ്പയും ഉമ്മയും ഓൻ ശരിയാക്കി. വീണ്ടും ചെറിയ ചെറിയ കാശുകൾ വാപ്പൻ്റെ ഉമ്മൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ തുടങ്ങി. ഒരു ഗൾഫിൽ ചെന്നാൽ ആ ഗൾഫിലെത്തിക്കഴിഞ്ഞാൽ എന്താണ് ജോലി ഉപ്പാക്ക് എന്ന് ചോദിച്ചാൽ ഉപ്പയുടെ മറുപടി ഓഫീസ് ബോയ് എന്നാണ്. കേൾക്കുമ്പോൾ നല്ല സുന്ദരമായ പേരാണ്. ഉപ്പയുടെ അടുത്ത് നോക്കുമ്പോൾ ഓഫീസ് ബോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറബികളുടെ ബാത്റൂം കഴുകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞാൽ അത് വിഷമമാണ്. അപ്പൊ പേരുകളൊക്കെ മാറ്റി ഇങ്ങനെ വിളിക്കുമ്പോൾ ആളുകൾക്കൊക്കെ നല്ല സമാധാനമാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല. മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കണം. ഒരു ദിവസം ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുക. കടം ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി പഠിക്കുക. അതിന് പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ട 3 ഘടകങ്ങളാണ്. ഒന്ന് നമ്മുടെ മാതാപിതാക്കൾ, 2 ഉപ്പയും ഉമ്മയും, 3 നമ്മുടെ ഗുരുനാഥന്മാർ. ഈ മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും പൂർണ്ണമായുള്ള പൊരുത്തം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് എന്ത് പ്രവർത്തനം ചെയ്യുകയാണ് ആ പ്രവർത്തനത്തിൽ ഒരു വിശാലത ഉണ്ടാവുകയുള്ളൂ. ഒരു വീടിന്റെ പണി തുടങ്ങുമ്പോൾ വാപ്പയുടെയും ഉമ്മയുടെയും പൂർണ്ണമായ പൊരുത്തവും സംതൃപ്തിയും വേണം. എന്നിട്ടാണ് ഒരു വീടിന്റെ പണി തുടങ്ങുന്നത്. ഇന്ന് പലപ്പോഴും വീടുകൾ തുടങ്ങുന്നത് വിവാഹം കഴിഞ്ഞ് അവർക്ക് 2 പേർക്കും സുന്ദരമായ രൂപത്തിൽ നടക്കാൻ ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു എതിർപ്പ് വരുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ വാപ്പയോടും ഉമ്മയോടും തെറ്റിയാണ്, പിണങ്ങിയാണ് വീടിന്റെ പണി തുടങ്ങുന്നത്. പല വീടുകൾ ചെല്ലുമ്പോഴും അവിടെ ചോദിക്കും, വാപ്പോടെ പോയി കുറ്റിയടിക്കണ നേരത്ത് വാപ്പാക്ക് കാലിന് ചെറിയൊരു അസുഖമുണ്ട്, ഇല്ലെങ്കിലോ വാപ്പനായിട്ട് ഞാൻ അത്ര സുഖമില്ല, വാപ്പ അങ്ങനെ ഗിറുകിറ് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വാപ്പനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വാപ്പയോന് തമ്മിൽ ഒക്കൂല. അപ്പൊ വാപ്പയുടെ പൊരുത്തക്കോടുകൂടെ ഒരു വിഷയം തുടങ്ങിയാൽ, ഉമ്മയുടെ പൊരുത്തക്കോടുകൂടെ ഒരു വിഷയം തുടങ്ങിയാൽ ആ വിഷയം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയൂല. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷമമാണ്, വാപ്പയും ഉമ്മയും ആരാ പരിഗണിക്കുന്നതെന്ന്
ആരും പരിഗണനയില്ല. അടുത്ത് ഞാൻ ഒരു കഥ ഞാൻ അറിഞ്ഞു. മക്കൾ പലപ്പോഴും ഉമ്മ മരണപ്പെട്ടാൽ, വാപ്പയുടെ ഭാര്യ നമ്മുടെ ഉമ്മ മരണപ്പെട്ടാൽ മക്കൾ പലപ്പോഴും വാപ്പനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ധൃതി കൂട്ടും. എന്തിനാ ധൃതി കൂട്ടുന്നത്? ഇവർക്ക് വാപ്പക്ക് ഖിദ്മ ചെയ്യാൻ കഴിയൂല, ഇവരെ ഭാര്യനെ കൊണ്ട് വാപ്പക്ക് ഖിദ്മ ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് വാപ്പയെ പെട്ടെന്ന് ഒരു കല്യാണം കഴിപ്പിച്ചാൽ അതിന് നിബന്ധനയുണ്ട്, ഇനി പ്രസവിക്കാത്ത ഒരാളാവണം. ഒരു നിബന്ധനയുണ്ട്. ഇന്ന് ഞാൻ പോരുമ്പോ ഒരു പ്രായമുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് മരണപ്പെട്ടു. കഴിഞ്ഞ റമദാനിനോടനുബന്ധിച്ചാണ് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാട്ടുകാരനെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിൽ കണ്ടപ്പോ അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പേരും ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലാഹ് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. എന്ത്? 6 മാസം ഗർഭിണിയാണ്. ഞാനും അത്ഭുതത്തോടെ 6 മാസം ഗർഭിണിയായോ? ഞാൻ ചോദിച്ചു അങ്ങനെ തന്നെ. അപ്പോ ഇദ്ദേഹത്തിന്റെ മക്കള് ഇവന്റെ സുഹൃത്താ. അപ്പൊ ആ സുഹൃത്തിനോട് പറഞ്ഞ്, സംഗതി ഇപ്പോ അപകട, ബാപ്പ കല്യാണം കഴിഞ്ഞപ്പോ ഗർഭിണിയായിട്ടുണ്ട്, അതുകൊണ്ട് അപകടം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മുതലിപ്പോ ഓഹരി ചെയ്യുമ്പോ അതിലുണ്ടാണ് കുട്ടിക്കും കൂടി കൊടുക്കേണ്ടി വരും. ഇതാണ് അപകടം, ഇതാണ് അപകടം. അപ്പൊ വാപ്പയെ ധൃതി പിടിപ്പിക്കുന്നത് വാപ്പയെ നോക്കാൻ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒന്ന്, വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം നമുക്ക് വേണം. ദാരിദ്ര്യമുണ്ടാകുന്ന ധാരാളം കാരണങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മക്കളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാരണം, മരിക്കാത്ത വാപ്പയും ഉമ്മയുമാണെങ്കിൽ അവരുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം, ചെയ്യിപ്പിക്കണം. അത് ചെയ്യുന്നില്ലെങ്കിൽ അവന് ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാരണം, വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാവും. വാപ്പന്റെ ഉമ്മന്റെ പേര് വിളിക്കാൻ പാടില്ല, മുഹമ്മദ്, ഫാത്തിമ എന്ന് വിളിക്കാൻ പാടില്ല. വാപ്പയുടെയും ഉമ്മയുടെയും പേരുകൾ മാറ്റി വിളിക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പന്റെ ഉമ്മന്റെ പേര് മാറ്റി വിളിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഉപ്പ ഉമ്മ എന്ന് വിളിച്ചാൽ മതി. അവിടെ ഫാദർ മദർ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയാം. ഇന്ന് വരെ മുത്തുനബി ബാപ്പനെ ഫാദർ എന്ന് വിളിച്ചിട്ടില്ല, ഉമ്മനെ മദർ എന്ന് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഉപ്പ ഉമ്മ എന്ന് വിളിച്ചാൽ മതി. എപ്പോഴും ഉപ്പ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു പദത്തിന് വലിയ അർത്ഥമുള്ള ഒരു വാക്കാണ്. അതൊരു അലിവുള്ള ഒരു വാക്കാണ്. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുമ്പോൾ 1000 ഉറുപ്യ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വാപ്പനോട് വന്നിട്ട് പറഞ്ഞു, വാപ്പ 1000 ഉറുപ്യ വേണം, ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറയും, ചിലക്കാതെ എനിക്ക് പോകാവിടെ നല്ലേ, എനിക്കിപ്പോൾ ടൂറ് പോകായിട്ടാണ്. അപ്പൊ രണ്ടാമത് മോൻ പിന്നെയും, പൊന്നാര എൻ്റെ വാപ്പച്ചിയെ നിങ്ങൾ 1000 ഉറുപ്യ തരണം. അപ്പൊ കുറഞ്ഞൊരു അലിവ് നമ്മൾ വന്ന്, ആ പൊന്നാരൻ്റെ വാപ്പച്ചി എന്ന് വിളിച്ചപ്പോ ഒരു ചെറിയൊരു അലിവ്. പിന്നെ ഒന്നും കൂടി, നല്ല പച്ചിയല്ലേ, അതുകൊണ്ട് എന്തായാലും 1000 ഉറുപ്യ തരണം. അപ്പം നമ്മളെ ഭാര്യ, മോന്റെ ഉമ്മ പറയും, മോനൊന്ന് കൊടുത്താളി, ഇനി മോൻ ചോദിച്ചില്ല, റെഡിയായി 1000. അവിടെ ഫാദറെ ഒരു 1000 കണ്ട് കാട്ടിക്കാരൻ എങ്ങനെ ഉണ്ടാവും? കൊടുക്കാൻ കരുതി 1000 ഉണ്ടെങ്കിൽ തീരെ കൊടുക്കൂല. ഇനി അത് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാലും അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ ആ ഒരു വാക്കിന് വലിയ ഒരു അലിവുണ്ട്. ഗൾഫിലൊക്കെ അറബി കുട്ടികൾ ഉപ്പനോട് ചോദിക്കുന്നുണ്ടാവും, അബൂയ അതിനി വാഹിദ് സിയാറ, ഒരു കാറ് വേണം. അപ്പൊ വാപ്പ ചൂടായാൽ ലാ, അപ്പൊ കുട്ടികൾ പിന്നെ വിടും, അതിനി അബൂയ വാഹിദ് സിയാറ, അള്ളാനെ വിചാരിച്ചിട്ട് ഒരു കാറ് വാങ്ങി തരണം വാപ്പ. അപ്പൊ പിന്നെ ഓപ്പറൊന്ന് അയഞ്ഞു, റെഡിയായി, കാറ് കിട്ടി.
അപ്പൊ ആ ഒരു വാക്കിൽ വലിയ ഒരു വിനയമുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളുടെ പേരുകൾ മാറ്റി വിളിക്കരുത്. അങ്ങനെ ഒരാൾ മാറ്റി വിളിക്കുന്നുവെങ്കിൽ അവന് ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് വാപ്പയെയും ഉമ്മയെയും നന്നായി നോക്കണം. പ്രായമാകുമ്പോൾ വാപ്പയുടെയും ഉമ്മക്കുമുള്ള ഹിദമകൾ നമ്മൾ കൂട്ടണം. ഞാൻ അടുത്ത് ഒരു റമദാനിൽ ഒരു വലിയ വീട്ടിൽ പോയി. ആ വീട് വലിയ വീടാണ്. ആ വീടിന്റെ തൊട്ടടുത്ത് വേറെയും 4 വീടുകളുണ്ട്. അവരുടെ ജ്യേഷ്ഠൻ അനുജന്മാരെ സഹോദരങ്ങളാണ്. നല്ല വീട്, LED വെളിവൊക്കെ കത്തി, നല്ല അടിപൊളി വീട്. ഭക്ഷണത്തിന് നോമ്പ് പറക്കാൻ പോയപ്പോൾ അവിടെ പ്രായമുള്ള ഒരു ഉപ്പയുണ്ട്. ഉപ്പ നോമ്പ് നോക്കാനൊന്നും കഴിയൂല. ഭക്ഷണം കഴിച്ചിട്ടും കുറെ ആയി. ഈ മക്കള് ഈ വാപ്പന്റെ കൈ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, തങ്ങൾ പാപ്പാന്റെ ഒപ്പം കൂടിയിട്ട് നിങ്ങളൊരു 2 പത്തിരി തിന്നോളി. നിങ്ങളോട് പിന്നെ പത്തിരി ഉണ്ടാവൂല അല്ലേ? ഇവിടെ എന്താ പത്തല്? സിലബസ് ഒക്കെ ഒന്ന് തന്നെ അവിടെ കൂടെ ആക്കിയാൽ മതി. അപ്പൊ പത്തിരി തിന്നോളി എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ആ മക്കൾ ആ വാക്ക് കേട്ടിട്ട് ഒരു പത്തിരി നമ്മളെ പൊങ്ങി. പിന്നെ ഈ മക്കള് പറയാണ്, പാപ്പ തങ്ങൾ പാപ്പ കട്ലേറ്റ് നല്ലോ തിന്നുന്നുണ്ട്, പാപ്പച്ചും തിന്നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ആ കട്ലേറ്റിന്റെ ഒരു കഷ്ണവും തിന്നു. പിന്നീട് ഒരു വത്തക്കയുടെ കഷ്ണം എടുത്തിട്ട് പറഞ്ഞു, വത്തക്ക നല്ല മധുരമുണ്ട്, പാപ്പച്ചു ഒരു കഷ്ണം വത്തക്ക തിന്നോ. അപ്പൊ ആ വത്തക്കന്റെ കഷ്ണം കഴിക്കുന്നതിനിടയിൽ ഒന്ന് തുമ്മൽ വന്നപ്പോ കഫം മൊത്തം കണ്ട് പുറത്തേക്ക് വന്നു. വായിലൂടെയും മൂക്കിലൂടെയും ഒക്കെ കഫം പുറത്തു വന്നപ്പോ ഈ മക്കൾ ടിഷ്യൂ പേപ്പറിന് വേണ്ടി ഓടിയില്ല. അവർ ടിഷ്യൂ പേപ്പറിന് വേണ്ടി ഓടിയില്ല. വാഷ് ബേസിന്റെ മുകളിലുള്ള ഒരു ടർക്കിക്ക് വേണ്ടി ആ മക്കൾ ഓടിയില്ല. അവർ ആ കൈ കൊണ്ട് ആ കഫം മുഴുവനും ഇങ്ങോട്ട് തുടച്ചെടുക്കുകയാണ്. ആ തുടച്ചിങ്ങനെ എടുത്ത് വൃത്തിയാക്കി അവരുടെ കൈ കഴുകുന്നു. പിന്നീട് വീണ്ടും അവർ വൃത്തിയാക്കുന്നു, കൈകൊണ്ടാ വൃത്തിയാക്കുന്നു. അപ്പൊ ഞാൻ മനസ്സിലായി, ഈ മക്കൾക്ക് നല്ല നിഅമത്ത് അല്ലാഹു കൊടുക്കാൻ കാരണം ബാപ്പനും ഇമ്മനും നോക്കിക്കൊണ്ടാണ്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ്, പക്ഷെ നല്ല പണമുണ്ട് അവരുടെ കച്ചവടത്തിലൊക്കെ. അതെന്താ? ബാപ്പന്റെയും ഉമ്മന്റെയും ആ സമയത്തുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. ബാപ്പക്ക് പ്രായമാകുമ്പോൾ എത്ര ചെയ്തു കൊടുത്താലും ചെയ്തില്ല എന്നേ പറയുള്ളൂ. അപ്പൊ നമുക്ക് ഭ്രാന്ത് കടിക്കാൻ പാടില്ല, വീണ്ടും അവർക്ക് ഖിദ്മ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വാപ്പയുടെ കൽബിൽ നിന്നുള്ള നല്ല ആ ഒരു ദുആ നമ്മൾ ഇങ്ങനെ വാങ്ങണം. അങ്ങനെ പൊരുത്തം വാങ്ങിയ ആളുകൾക്കാണ് അൽഹംദുലില്ലാഹ് വിജയം കിട്ടുകയുള്ളൂ. നമ്മുടെ ഗുരുനാഥന്മാർ അവിടെ പൊരുത്തം വാങ്ങണം. ആ പൊരുത്തം വാങ്ങുമ്പോഴാണ് ഏത് തങ്ങളാണെങ്കിലും ഏത് മൂലയരാണെങ്കിലും ഏത് കാതിയരാണെങ്കിലും ഒക്കെ റെഡിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ പയച്ചുകൊണ്ടേക്കാരം. കാതിയാർ ഒരു 18 മഹലിൽ കളാ ഉണ്ടാവും. എല്ലായിടത്തും 2 മാസം നിൽക്കുള്ളൂ, എല്ലായിടത്തും അവിടുന്ന് പോരും. മൂപ്പർക്ക് അവിടെ പൂർത്തിയാക്കാൻ കഴിയൂല. ചില അധ്യാപകന്മാരുണ്ട്, അവർ BEd കഴിഞ്ഞ് PG കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് ഇതൊരു സ്കൂളിൽ കയറാൻ കഴിഞ്ഞില്ല. ഗൾഫിൽ നിന്നാണ് ഞാൻ ചെന്നപ്പോ ഒരു എങ്ങായി ആംപ്ലേറ്റ് അടിച്ച പുസ്തകം ജോലി ശരിയാകും റെഡിയാ ദ്വാരക്കാനുണ്ടോ. അപ്പൊ എനിക്ക് ജോലി ഇല്ല വെച്ചു. അല്ല, ഞാൻ BEd ഒക്കെ കഴിഞ്ഞ ആളാണ്. അപ്പൊ ഞാനും കരുതി ആംപ്ലേറ്റ് അടിച്ചാൽ BEdന്റെ ആവശ്യമുണ്ടോ? ആംപ്ലേറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കോയമുട്ട ആംപ്ലേറ്റ് അടിക്കാൻ BEdന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ BEdും PGയും കഴിഞ്ഞ ഒരാൾക്ക് അവന് പഠിച്ച ആ ഒരു വിഷയത്തിലേക്ക് അവൻ എത്തിപ്പെടാൻ കഴിയാത്തത് അവന് ബാപ്പന്റെയും ഉമ്മന്റെയും ഇല്ലെങ്കിൽ ഗുരുനാഥന്മാരുടെയും പൊരുത്തക്കേട് വാങ്ങിയ ആളാണ്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ആളൊക്കെ ആരെങ്കിലും ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തക്കേട് വാങ്ങിയ ആളുകൾ എത്ര ആളുണ്ടാവും ഇവിടെ? കൈപൊക്കണ്ട, വാട്സപ്പ് പൊക്കണ പൊക്കിയാൽ മതി. വാട്സപ്പിൽ പൊക്കണമാര് പൊക്കിയാൽ മതി. ആ പൊരുത്തം നമുക്കുണ്ടാവും. ഒരു ചങ്ങായി, ഒരു ഫുലാൻ, ആ ഫുലാന് നല്ല കഴിവുള്ള ആളാണ്. ഒരു അറബി ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷ് അറബിയിലേക്കും ഒക്കെ ട്രാൻസ്ലേഷനൊക്കെ കഴിവുള്ള നല്ല ആളാണ്. അവൻ എന്നോട് പറഞ്ഞു, ജിദ്ദയിൽ നിന്ന് ഉസ്താദ്, ഞങ്ങള് പരിചയമുള്ള ഒരാളുണ്ടല്ലോ, ബില്ലാദൻ കമ്പനി, ശരിക്കത്ത് ബില്ലാദൻ, വലിയ കമ്പനിയാണ്. ഗൾഫില് ക്ലോക്ക് ടവറും വലിയ വലിയ പാലങ്ങളും മിനായിലെ പാലങ്ങളൊക്കെ ഉണ്ടാക്കാൻ മുമ്പിലുള്ള വലിയൊരു കമ്പനിയാണ്.
ആ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിത്തരണം. അതിന് ഞാൻ പരിചയമുള്ള ഒരാൾ അവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വിളിച്ച് നമ്മളെ ബന്ധത്തിലുള്ള ഒരാള് ഒരു പ്രവർത്തകന് ഓന് ജോലി കൊടുക്കണം, ഇന്റർവ്യൂക്ക് വിളിച്ചു. ഇവന്റെ ബയോഡാറ്റ നോക്കുമ്പോ ശരിക്ക് ശ്രദ്ധിച്ചോളി, നമ്മളെ ആണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. കടലൊക്കെ നിർത്തണം. മൂസാ നബിന്റെ കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് തീരൂല. അങ്ങനെ ഈ ഫുലാൻ എല്ലാം നോക്കുമ്പോ അവന്റെ CV ബയോഡാറ്റ നോക്കുമ്പോ മാഷാ അല്ലാഹ് ഒരുപാട് കമ്പനിയിൽ ഓൻ ജോലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ കമ്പനി ചെന്നപ്പോൾ ഇവന് നല്ല കഴിവുള്ള ആളാണ്. ഇംഗ്ലീഷ് അറബിയിലേക്കും അറബി ഇംഗ്ലീഷിലേക്കും ഉറുദുലേക്കും തമിഴിലേക്കും എല്ലാ ഭാഷയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചാൻ കഴിയും. അവനോട് ഉടനെ തന്നെ അവിടെ ജോലി പാസ്സായി. അവിടുത്തെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ജോലി കയറി. അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ജോലി കയറിയിട്ട് അവന് 8000 റിയാലാണ് സ്റ്റാർട്ടിങ് ശമ്പളം. 8000 റിയാൽ എന്ന് പറഞ്ഞാൽ തുറപ്പുണ്ടാവണ ഉള്ളതിനെ 2 ലക്ഷം ഉറുപ്പികളുണ്ടാവും. പിന്നെ 1500 റിയാൽ ഓന് റൂമിന് കൊടുക്കും വേറെ കമ്പനി. ഓൻ പിന്നെ 100 റിയാലിന്റെ റൂമിൽ നിൽക്കുക, ബാക്കി 1400 പോക്കറ്റിലിടും. മൂട്ടക്കുള്ള റൂമിൽ 100 റിയാൽ നിന്നാൽ മതി. മൂട്ട അറിയില്ല? അറിയാം, അതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ മൂപ്പരൊക്കെയുള്ള റൂമിൽ ഇങ്ങനെ താമസിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ബാക്കിയുള്ള 1400 പോക്കറ്റ് ഇട്ട് ഇവിടെ കർണാടകയിൽ എവിടെയെങ്കിലൊക്കെ വന്ന് കുറച്ച് സ്ഥലമൊക്കെ തോനെ വാങ്ങാം, അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ ആക്കാം എന്നൊക്കെ കരുതി മൂപ്പര് പൈസ ഉണ്ടാക്കുക. പിന്നെ 3 മാസം കമ്പനിയിൽ കണ്ടിന്യൂ ആയി ജോലി ചെയ്താൽ കാറ് കൊടുക്കും. 1 വർഷമായാൽ കമ്പനി വക ഫ്രീ ടിക്കറ്റ് 15 ദിവസം. അവൻ കോഴിക്കോട് ഇറങ്ങി വീട്ടിലേക്ക് എത്താനുള്ള കാറിന്റെ പൈസയും കൊടുക്കും. 15 ദിവസത്തിന്റെ ഉള്ളിൽ പനി വന്ന് പാരസിറ്റാമോൾ കുടിച്ചാൽ അതിന്റെ ബില്ല് കമ്പനി കൊടുത്താൽ അതും കമ്പനി കൊടുക്കും. തിരിച്ചു പോകാനുള്ള കാറിന്റെ ഓട്ടോറിക്ഷന്റെ കൂലിയും കിട്ടും. എല്ലാം റെഡിയാ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഓന് 2 ലക്ഷം 2.5 ലക്ഷം ഉറുപ്പിക എല്ലാ മാസവും കളിയില്ലാതെ കിട്ടും. ഞാൻ പിന്നെ ഓനെ ഒരു ദിവസം കണ്ട് കുറെ കഴിഞ്ഞപ്പോ, അപ്പൊ ഞമ്മക്കിപ്പോ ഓനെ പിന്നെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാ വാങ്ങിയ വല്ല വള്ളി മദ്രസക്കൊക്കെ വല്ല പിരിവ് വയ്ക്കാലോ. അല്ല അപ്പൊ ഓൻ ജോലി കയറിട്ട് നമുക്കെന്താ? അപ്പൊ ഓന് പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ എന്ന് കരുതി നമ്മൾ കുറെ മദ്രസ ഉണ്ടാക്കുന്നുണ്ട്. 313 മദ്രസകൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെയും ബദറുസ്താദ തങ്ങൾ ഉസ്താദ് അവരുടെയും ഒക്കെ നിർദ്ദേശത്തിൽ തുടങ്ങി ഇപ്പം 232 മദ്രസകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആ 232 മദ്രസകളിൽ 114 മദ്രസകൾ AC സംവിധാനത്തോടു കൂടെ നിലവിൽ വന്നിട്ടുണ്ട്. നിങ്ങളവിടുത്തെ മദ്രസയിൽ AC ഉണ്ടോ? ഇപ്പൊ സെൻട്രൽ AC എല്ലായിടത്തും കൂടി കാറ്റാ, എല്ലായിടങ്ങളും. അപ്പം ഇത്രയും അൽഹംദുലില്ലാ. അപ്പൊ ഇതേക്ക് വല്ല പൈസ വാങ്ങാൻ നിർത്തിയിട്ട് ഓനെ കണ്ടപ്പോ ഓനോട് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞേ, ഉസ്താദെ ഞാൻ അത് ശരിയാവില്ല, ഞാൻ അവിടുന്ന് ഇറങ്ങിക്കണേ. അവിടുന്ന് ഇറങ്ങി ഞാൻ 26 ദിവസം കൊണ്ട് നിങ്ങൾ ആക്കി തന്നിടന്ന് ഇറങ്ങിയാണ്. അവിടെ ഇത്രയും ശമ്പളം കിട്ടിയിട്ട് പിന്നെ എന്തിനു പോകുന്നത്? അത് ശരിയാവൂല. ഈ ശരിയാവൂല എന്ന് തോന്നുന്ന ഒരു ശൈത്താന്റെ പേര സമ്മ ഖൈറ് ദാക്ക ഖൈറ് എന്നാണ് ആ ശൈത്താന്റെ പേര്. ദർസിൽ മുതഅല്ലിമീങ്ങൾക്ക് ഓതുമ്പോൾ തോന്നും ഇവിടെ എല്ലാം അവിടെയാണ്, അവിടെ എല്ലാം ഇവിടെ തോന്നും. ഈ കോളേജിൽ നിൽക്കുമ്പോൾ ആ കോളേജിലാണ്, ആ കോളേജിൽ ഇവിടെ നിൽക്കും. ഡ്രസ്സ് എടുക്കാൻ പോയാൽ തോന്നും ഇതെല്ലാം അല്ല അതാണ്. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ടെക്സ്റ്റൈൽസ് കയറിയാൽ രാവിലെ തന്നെ 8 മണിക്ക് കയറി ബിസ്മിയൊക്കെ ചൊല്ലി കട തുടങ്ങിയ ഉടനെ തന്നെ വന്ന് നല്ലൊരു കസ്റ്റമർ വന്നെന്നൊക്കെ കരുതി അവിടുത്തെ പീഡിയക്കാരങ്ങനെ നിൽക്കുമ്പോൾ ഒരു 18 ചുരിദാർ വിറ്ററൊക്കെ വലിച്ചിട്ട് ഒരു നേരെ ഇറങ്ങി പോകുമ്പോൾ അവിടുത്തെ പണിക്കാരൻ എന്താ പറയുക, അൽഹംദുലില്ലാ നല്ലൊരു കസ്റ്റമർ. രാവിലെ തന്നെ ഒരു 18 വലിച്ചിട്ട് എനിക്ക് വീണ്ടും മടക്കിയൊക്കെയുള്ള പണിയൊക്കെ എടുത്ത് മൂപ്പര് പോയല്ലോ അല്ലേ. അങ്ങനെ അടുത്ത കടി കയറും. ഓർക്ക് ദാക്ക ഖൈർ, എവിടെയാണ് ഖൈർ? അത് ശൈത്താന്റെ പേരാ. ശൈത്താന് പ്രത്യേകമായ പേരില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുമ്പോൾ ഞാൻ ഇരുന്ന് കുടുങ്ങിയാലോ നീച്ച് ആദ്യം തന്നെ പോയാൽ മതി, അങ്ങനെ തോന്നിയ ആ ശൈത്താന്റെ പേര് അതന്നെ. രാവിലെ സുബൈക്ക് എണീക്കണമെന്ന് കരുതി അലാറം വെച്ച് സുബൈക്ക് ബെല്ലടിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കഴിയട്ടെ എന്ന് കരുതി നമുക്കൊരു കടത്തുണ്ട്, ബ്ലാങ്കറ്റൊക്കെ ഒന്നും കൂടി പൊതിച്ച് പിന്നെ നമ്മൾ സുബൈ കള്ളാക്കിയിട്ട് മൂപ്പര് എണീപ്പിക്കുള്ളൂ. അപ്പോൾ ആ ശൈത്താന്റെ പേര് 5 മിനിറ്റ് എന്നാണ്. അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നണെന്ന് വെച്ചെങ്കിൽ ശൈത്താങ്കളൊപ്പം ഉണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മതി.
നോക്കിയാൽ മതി. ആ നിൽക്കണവർക്കൊക്കെ നിൽക്കാൻ തന്നെ തോന്നണമല്ലോ, ഇരിക്കാൻ തോന്നണില്ല. ഓലെ താതന്നെ ചെയ്താം. അങ്ങനെ പല രൂപത്തിലുള്ള ശൈത്താന്മാർ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും. കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വായിക്കാൻ തോന്നും എഴുതാൻ തോന്നുമ്പോൾ തോന്നും വായിക്കണം. രണ്ടും നടക്കൂല. ജോലി ചെയ്യുമ്പോൾ തോന്നും സെൻട്രിങ്ങിന്റെ പണിക്ക് പോകുമ്പോൾ തോന്നും ഒരു ഓട്ടോറിക്ഷ എടുത്താൽ കുഴപ്പമില്ല. ഓട്ടോറിക്ഷ എടുക്കുമ്പോൾ തോന്നും അല്ല ടെക്സ്റ്റൈൽസിൽ ഇൻഷേളൊക്കെ ചെയ്ത് നല്ല മട്ടത്തിൽ നിൽക്കാം, അതാണ് ഉഷാറ്. അപ്പൊ അങ്ങനെ തോന്നും. അപ്പൊ പിന്നെ ഇത് ശരിയല്ല. ഗൾഫിലൊന്ന് പോയേക്ക. അപ്പൊ ഒരു അത്തറിന്റെ വാസനയിട്ട് ഒരാള് ഒരു ടവല് വാങ്ങാൻ കയറി. അപ്പം നല്ല ബ്രൂട്ട് സ്പ്രേന്റെ മണമാണ്. അപ്പം ഇവന്റെ മാതിരി അമ്മക്കും ബ്രൂട്ടൊക്കെ അടിക്കാൻ കയറി. ഓനാകെ അന്നേ വാങ്ങിയിട്ടുള്ള 2 കൊല്ലം കഴിഞ്ഞപ്പോൾ. അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ശൈത്താന്റെ പേര്. അപ്പം പറഞ്ഞു അത് ശരിയാവൂല. ഈ ശരിയാവൂല എന്ന് തോന്നുന്ന ഒക്കെ ശൈത്താനാ. അങ്ങനെ ഇവൻ പറഞ്ഞു അത് ശരിയാവില്ല ഉസ്താദ്, ഞാൻ അവിടെ ഇറങ്ങിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ എനിക്ക് ശരിയായി, എന്താ പ്രശ്നമുള്ളത്? അപ്പൊ ഓൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ബാപ്പനെയോ അമ്മനെയോ ഉസ്താദുമാരെ ആരോടെ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ക്ലിയർ ആവാതെ നീ പണി കയറൂല. അല്ലാ, ഞാൻ പറയാറുണ്ട്, നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ഒലക്കാന്ന് പറഞ്ഞാലുണ്ട്. ഒലക്ക തിരിയോ? നമുക്ക് തിരിയോ? കിച്ചണിലുള്ള ഒരു സാധനമാണ് ഫുലാന. മൂപ്പര് ഇപ്പൊ കാര്യമായ പണിയൊന്നുമില്ല മൂപ്പര് അങ്ങനെ സ്റ്റോർ റൂമിൽ നല്ല ഭംഗിയായിട്ട് മൂപ്പരങ്ങ് നിൽക്കും. ഷോക്കേസിൽ മൂപ്പര വെക്കാൻ കഴിയാത്തോണ്ടാണ്. പണിയൊന്നുമില്ല. പണ്ട് കുറെ പണിയെടുത്തിന് ആളാണ്. സുന്നാമാക്കി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അറിയാ? ആ ഉസ്താദിനെ അറിയാം. മൂപ്പര് മലപ്പുറത്ത് ജോലി ചെയ്തു. സുന്നാമാക്കി എന്ന് പറഞ്ഞ സാധനമുണ്ട്. വയറ് ക്ലീൻ ചെയ്യുന്ന ഒരു മരുന്ന് പീടി ചെന്നാൽ കിട്ടണ മരുന്ന്. എന്താ അതിന് പേര് പറയാ ഇവിടെ? സുന്നാമാക്കിയാണ്. നിങ്ങൾ പിന്നെ ഒക്കെ പൗതിയെ പറയുള്ളൂ. എന്നോട് ഇവിടെ വന്നാക്കല ആയി തങ്ങാന്നാ പറയുള്ളൂ. നമുക്കിപ്പോ പഠിഞ്ഞ്. ആദ്യമൊക്കെ നമുക്ക് കീറടിച്ചു എത്തിച്ചെങ്ങ നമ്മൾ തങ്ങൾ വിളിച്ചാത്ത ആയി തങ്ങ റെഡി. അത് നിങ്ങളെ ബഹുമാനത്തിന്റെ വാക്കാണ്. അങ്ങനെ അപ്പൊ ഒലക്ക തിരിഞ്ഞ് സുന്നമാക്കി തിരിഞ്ഞല്ലോ. ഇനി നാളെ പോയിട്ട് എന്ത് ചെയ്യണ്ട, ആ മരുന്നും പീടി പോയിട്ട് അത് വാങ്ങി കുടിച്ചാൽ നിൽക്കണ്ട. നല്ല ഒഴിവുള്ള ദിവസം മാത്രം ചെയ്താൽ മതി. മുത്തനൂർ തങ്ങൾ പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ അത് വാങ്ങി കുടിച്ചാൽ നിൽക്കണ്ട. അപ്പൊ ഒരാൾ ഒലക്ക വിഴുങ്ങി, ഈ മൈക്കന്റെ സ്റ്റാൻഡ് എടുത്തിട്ട് വിഴുങ്ങി. എന്നിട്ട് ഈ സുന്നമാക്കി കുടിച്ചാൽ ദഹിക്കൂല. അതിന് മേജർ ഓപ്പറേഷൻ വേണം. അങ്ങനെ അവർ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. അത് മഞ്ഞപ്പൊടിമ നിൽക്കൂല. അത് നല്ല ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. എന്നതുപോലെ പൊരുത്തക്കേട് വാങ്ങിയിട്ട് പിന്നെ അസ്മാഉൽ ബദർ ചൊല്ലിയിട്ടും ഈ മജ്ലിസുൽ ഉറൂസിൽ വന്നിട്ട് ഒരു കാര്യമില്ല. ഒലക്ക മുങ്ങിടിക്ക് സുന്നാമാക്കി പിടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരാൾക്ക് പൊരുത്തക്കേട് വാങ്ങിയിട്ട് പിന്നെ ഒരു സ്വലാത്തല്ലിയിട്ടും ഒരു ദിക്റല്ലിയിട്ടും ഒരു കാര്യമില്ല. ആദ്യം അത് ക്ലിയർ ആവും. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടാവും. ആലോചില്ല ഉസ്താദ്. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇവൻ ആലോചിച്ചാൽ പറഞ്ഞു, ആ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടാണ്. എന്താണ്? ഇത് പറഞ്ഞു ഞാൻ നിർത്തും. എന്താണ് കാര്യം? ഇവൻ പറയുന്നത് ഇന്ന് ഒരു സെൻഡ് ഓഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. സെൻഡ് ഓഫ് സ്കൂളിലൊക്കെ ഉണ്ടാവും. എന്താണ് സെൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ? സ്കൂളിൽ ഏതെങ്കിലും ഒരു ഫാന് തിരിയുന്നുണ്ടെങ്കിൽ അത് അടുത്ത വർഷം ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ ഫാന് തിരിയാൻ പാടില്ല. അതിനുള്ള എന്തെങ്കിലുമൊക്കെ വിക്രസോടെ ഒപ്പിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു ബാത്റൂമിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് വെള്ളം വരാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പണി അവിടെ എടുക്കും. ജൂൺ 1 പിന്നെ കുട്ടികൾ വന്നാൽ ബാത്റൂം തുറക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. ബാത്റൂമിൽ ഒരാൾ വെള്ളമില്ലാതെ കുടുങ്ങി അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ അപ്പുറത്ത് നിന്ന് കുറച്ച് ചിരിച്ചുണ്ടാവും. വലിയ ചെറിയല്ല ഇപ്പം. എന്നെ ഇവിടെ ഇളിന്നാണ് ഇളി ചിരിയ. ചിലർക്ക് അത് രസമാണ്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ നായ്ക്കുട്ടികൾ കടന്നുറങ്ങുമ്പോൾ ഒരു കല്ലെടുത്ത് എറി സ്കൂളിൽ പോകുമ്പോൾ അപ്പൊ പേരൻ്റെ ഒച്ച ഉണ്ടാവും. അപ്പൊ ചിലർക്ക് കേൾക്കാൻ നല്ല രസമാണ്. അതിപ്പോ ബാക്കിലുള്ള ആളുകൾ നിങ്ങളെ തലക്കെറിഞ്ഞാലും ആരും ഒച്ച ഉണ്ടാവും. നല്ല അവിടെ ഉണ്ടാവില്ലേ? ഒക്കെ ഇങ്ങനെ സഫായി നിൽക്കുകയാണല്ലോ. അപ്പം ബാക്കിലുള്ള ഒരാൾ ഇമാമൻ എറിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, നല്ല ഒച്ച ഉണ്ടാവും. അപ്പൊ ചിലർക്ക് അത് റാഹത്ത്. അങ്ങനെയാണ് ചിലർക്ക്. ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇവൻ പറയുന്നു, ഇവൻ സെൻഡ് ഓഫ് നടത്തിയത് ലാസ്റ്റ് സബ്ജക്റ്റ് എക്സാം കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ പരീക്ഷാ ഹാളിൽ ഉണ്ടായിരുന്ന ടീച്ചറെ ഞങ്ങൾ കല്ലെടുത്തെറിഞ്ഞിരുന്നു. ഇതാണ് സെൻഡ് ഓഫ്. ടീച്ചറെ കല്ലെടുത്തെറിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടി എറിയൂടെ?
അല്ല ഉസ്താദേ, എറിഞ്ഞത് ഞാൻ ഒറ്റക്കാ. പക്ഷെ ടീച്ചർ നിങ്ങൾ നോക്കുമ്പോൾ ആരാണ് എറിഞ്ഞതെന്ന് തിരിയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു 8 ആളിങ്ങനെ സഫായി നിന്ന്. അതിന് ഒരാളാണ് എറിഞ്ഞാൽ, ഇപ്പൊ പള്ളിയിലൊക്കെ ഇമാമിനെ മൗമൂം എറിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ജുമാക്ക് എത്രങ്ങാനും സഫുണ്ട്. അതുകൊണ്ടാണ് പള്ളിയിലൊക്കെ അവല് സഫ് തന്നെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഓരോ ഡോറുണ്ടാവും. എപ്പോഴാണ് കയറിട്ടുണ്ടെങ്കിൽ കൂടെ ഇറങ്ങി പോകാനോ. അതുകൊണ്ട് ഒരു മൂലയിൽ ജോലി കയറിയാൽ ആദ്യം അവല് സഫിൽ വലത്തെ ഭാഗത്തോ ഇടത്തെ ഭാഗത്തോ ഡോറുണ്ടോ നോക്കണം, അല്ലെങ്കിൽ അതിന് പിരിക്കണം ആദ്യം. കാരണം ഇപ്പോഴത്തെ മൗമൂമിങ്ങളൊക്കെ ആ സൈസാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മൗമൂമിങ്ങളൊക്കെ ആ സൈസാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഇവൻ പറയുന്നു, അന്ന് സെന്റ് ഓഫിൽ ഞങ്ങൾ ചെയ്തത് ടീച്ചറെ കല്ലെടുത്തെറിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ച്, ടീച്ചർ എന്നിട്ട് എന്തേ ചെയ്ത്? ടീച്ചർ ഒന്നും ചെയ്തില്ല. ടീച്ചർ ഞങ്ങളെ മുഖത്തേക്ക് കുറച്ചേരം ഇങ്ങനെ നോക്കി. ഈ നോട്ടമാണ് പൊരുത്തക്കേട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ശത്രുക്കളുടെ മർദ്ദനം കൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വാഹനപ്പുറത്ത് കയറി ഇങ്ങനെ നിന്നിട്ട് മക്കയിലേക്ക് ഒന്നുകൂടി നോക്കി. സങ്കടം കൊണ്ടാണ് നോട്ടം. അപ്പൊ ഒരായത്ത് ഇങ്ങോട്ട് ഇറങ്ങി, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്. ഒരായത്ത് ഇറങ്ങാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ആ ഒരായത്ത് ഇങ്ങോട്ട് ഇറങ്ങിയത്. ആ ആയത്താണ്. അത് യാത്ര പോകുമ്പോൾ ചൊല്ലൽ സുന്നത്താണ്. നമ്മളൊക്കെ പോകുമ്പോൾ ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്. അപ്പൊ ഒരൊറ്റ ആയത്ത് ഇറങ്ങുന്നത് ഒരു നോട്ടം കൊണ്ട്. അപ്പൊ ആ നോട്ടത്തിന് എത്ര അർത്ഥമുണ്ട്? ഒരു ഗൾഫുകാരൻ 6 മാസം കുടുംബത്തോടുകൂടെ ജീവിച്ച് അവൻ ഗൾഫിലേക്ക് പോകുമ്പോൾ വാഹനത്തിൽ കയറിയിട്ട് ഒന്നും കൂടി നോക്കും, പൊരമൊക്കെ നോക്കും. ബാപ്പന്റെ ഉമ്മയുടെയും മുഖത്തേക്കൊരു നോട്ടമുണ്ട്. ഇനി 2 വർഷം കഴിഞ്ഞതിന് ശേഷമേ എന്റെ വാപ്പയെയും ഉമ്മയെയും എനിക്ക് കാണാൻ കഴിയുകയുള്ളൂ. ആ വാപ്പയും ഉമ്മയും ഇനി ഞാൻ വരുമ്പോൾ ഉണ്ടാകുമോ എന്നറിയുകയില്ല. നോട്ടത്തിനർത്ഥമാണ് ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കും. ഇനി എന്റെ ഭാര്യയെ ഞാൻ എന്നാണ് കാണുക? 3 വയസ്സ് പ്രായമാകുന്ന ഒരു കുട്ടി, ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് കളിപ്പിച്ച കുട്ടി, ആ കുട്ടിയുടെ മുഖത്തേക്കൊരു നോട്ടമുണ്ട്. ഇനി എന്റെ കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ ഞാൻ എന്നാണ് എത്തുക? ഇതൊക്കെ ഈ നോട്ടത്തിന്റെ അർത്ഥം. ഒരു പ്രവാസിയുടെ ഒരു നോട്ടത്തിന്റെ അർത്ഥമാണ്. അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നോട്ടം തന്നെ പൊരുത്തക്കേടാണ്. അപ്പൊ നമ്മള് പൊരുത്തം നമ്മൾ എപ്പോഴും വാങ്ങണം. ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തമാണ്, ഉസ്താദുമാരും പൊരുത്തമാണ്. ഈ ഫുലാൻ ഇപ്പോഴും അങ്ങനെ തന്നെ, എവിടെയും ജോലി റെഡിയാവില്ല. 18, 200 ജോലിയിൽ കയറും, കമ്പനിയിൽ കയറും, എല്ലായിടത്തും 2 മാസം, 3 ദിവസം, 5 ദിവസം, 10 ദിവസം, 15 ദിവസം, 20 ദിവസം കഴിഞ്ഞ് ഇറങ്ങിപ്പോരും. അതെന്താ? പൊരുത്തക്കേട്. എന്നാ ചെലോലോ മാഷാ അല്ലാഹ് നമ്മളൊപ്പൊക്കെ പഠിച്ച ആളുകളെന്നെ ഉണ്ടാവും, പഠിക്കുമ്പോഴൊക്കെ പോയത്തക്കാരനെയും കാര്യം. പിന്നെ കാണാൻ മാഷാ അല്ലാഹ് ഓ അങ്ങനെ ഉഷാറാണ്. അല്ലാ നമ്മളൊപ്പം പഠിച്ചിന് എങ്ങനെയാണല്ലോ. അന്ന് ഓന് കണക്കിനൊന്നും തീരെ, മാത്സിലൊക്കെ പറ്റ മാർക്ക് കമ്മിയാ, എന്നും ടീച്ചർ നാടിയിട്ടുണ്ട്. ഇപ്പൊ ഓൻ വലിയ 12 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവന് ഫുള്ള് കണക്കൊക്കെ നോക്കണം. ഓൻ തന്നെയാ. എന്താ കാരണം? ഓ അങ്ങനെ ശ്രമിച്ചു പോവാണ്. എല്ലാരും അവനെ പോയത്തക്കാരനായി ഇങ്ങനെ കാണും. ചില ആളുകളൊക്കെ പോയത്തക്കാരെ കാണും. ചിലരോ ക്ഷമിക്കും, നീ ധരിക്കും മൂടന, വില്ലിന്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ? അമ്പും വില്ലും വെക്കുമ്പോ വില്ലിങ്ങനെ പേക്കോട്ട് പിടിക്കാൻ എന്തിനാണ്? ശക്തി കിട്ടാനാണ്. അപ്പൊ നമ്മൾ ദർസിൽ പഠിക്കുന്ന കാലത്തും നമ്മളെ സ്കൂൾ പഠിക്കുന്ന കാലത്തുമൊക്കെ നമ്മളെ കൂട്ടത്തിൽ ചില കുട്ടികൾ ഉണ്ടാകും. ആ കുട്ടികൾ വളരെ പോയത്തക്കാരായിരിക്കും. പക്ഷേ ഉസ്താദുമാരുടെ അടുക്കലും ഗുരുനാഥന്മാരുടെ അടുക്കലും നല്ല മക്കളായിരിക്കും. ആ മക്കൾ പിന്നീട് ഇങ്ങനെ ഉഷാറായി വരുന്നത് കാണാൻ കഴിയും. അതെന്തേ കാരണം? ഉസ്താദുമാരുടെയും ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തമാണ്. അതുകൊണ്ട് ആ പൊരുത്തം ലഭിക്കണം. ബഹുവന്യരായ ഉസ്താദവറുകളുടെ ആണ്ട് നേർച്ചയിൽ നമ്മളിവിടെ വന്നത് അവിടുത്തെ പൊരുത്തം വാങ്ങാനാണ്, ചോറുന്നാനല്ല. ചോറ് വാങ്ങിപ്പോവാനല്ല വന്നത്, അവിടുത്തെ പൊരുത്തം വാങ്ങണം. അതിന് സദസ്സിൽ വന്ന് ഇരുന്ന് അൽഹംദുലില്ലാഹ് സമാപനം വരെ ഇരുന്ന് സന്തോഷത്തോടെ 3 സ്വലാത്തും ചൊല്ലി പോവണം. അതാണ് ഒരു സദസ്സിന്റെ തമാമിയത്ത്. അല്ലാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ് ഒരാൾ ഹജ്ജിന് പോയാൽ
പൂർണ്ണമായി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ജംറ 3 എറിയും കഴിഞ്ഞ് സന്തോഷത്തോടെ റാഹത്തോടുകൂടെ മടങ്ങുമ്പോൾ ഒരു റാഹത്താണ് അൽഹംദുലില്ലാഹ്. ഈ പ്രാവശ്യം 49 ഡിഗ്രി ചൂടത്ത് മിനായിലേക്ക് എറിയാൻ വേണ്ടി പോയി തിരിച്ചിങ്ങോട്ട് നടന്നു വന്ന് അങ്ങനെ 3 ദിവസവും ജംറ എറിഞ്ഞ് റാഹത്തോടെ അൽഹംദുലില്ലാഹ് വരുമ്പോൾ ഒരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് എനിക്ക് 11 കിലോമീറ്റർ നടന്നിട്ടും എനിക്കൊരു പ്രയാസവുമില്ല. നല്ല റാഹത്തോടെ സന്തോഷത്തോടെ നടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തൊരു റാഹത്താണത്, നല്ല റാഹത്താണ്. ഈ മജ്‌ലിസ് കഴിയുമ്പോൾ എപ്പോഴേക്ക് പോകുന്നത്, മജ്‌ലിസ് കഴിഞ്ഞ് ഒന്നില്ല എല്ലാം കഴിഞ്ഞ് അവസാനം തങ്ങൾ പാപ്പാന്റെ കൈയൊന്ന് പിടിച്ചൊരു 10 ഉറുപ്യ ഞാൻ ആ സദസ്സക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാ പോകുന്നത്. അതൊരു തമാമിയത്താണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ബറക്കത്ത് വാങ്ങാൻ വേണ്ടി നമ്മൾ അവരൊക്കെ ജീവിതകാലത്ത് ചെയ്തതാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ, ഒരുപാട് യാത്ര കഴിഞ്ഞു വരികയാണ്. ഇന്നലെ എത്തി, വീണ്ടും ഇങ്ങോട്ട് യാത്ര ചെയ്ത് ഇനിയും യാത്ര ചെയ്യുകയാണ്. ഞാൻ ഇന്നലെയുള്ളത് ഇതേ സമയമുള്ളത് എറണാകുളത്താണ്. നിങ്ങളൊന്ന് യാത്ര ചെയ്താണ് അതേ മോളില്. ഇന്നലെ ഇതേ സമയം നമ്മൾ പ്രസംഗിക്കുന്നത് എവിടെയാണ്? എറണാകുളത്ത് ജാമിയ അഷ്അരിയയിലാണ്. അവിടുന്ന് പരിപാടി കഴിഞ്ഞ് രാവിലെ വീട്ടിലെത്തി. അവിടുന്ന് ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് മർക്കസ് നോളേഴ്സിറ്റി ജാമിഉൽ ഫുത്തൂൽ ദലാലുൽ ഖൈറാത്തിന്റെ മജ്‌ലിസ് ഉണ്ട്. അവിടെ അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ഇങ്ങോട്ട് കയറി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാളെ ആ ഉസ്താദ് പറഞ്ഞ സ്ഥലത്തൊക്കെ എവിടേക്കാന്ന് എനിക്കറിയില്ല, ഏതായാലും കുറെ പോവാണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് രാത്രി തിങ്കളാഴ്ച ഞായറാഴ്ച രാവിലെ നേരെ എനിക്ക് തിരുവനന്തപുരം ഫ്ലൈറ്റ് അങ്ങനെ പോകണം, ബാംഗ്ലൂർ ചെന്ന്. അവിടെ ഒരു കുറ്റിയടിക്കാണ്ട് പുരക്ക്. ആ പുരക്ക് കുറ്റിയടി കഴിഞ്ഞിട്ട് പിന്നെ എനിക്കവിടെ ആണ്ടൂർ പോകണം. സാധാ തിങ്കൾ ഉറൂസ് ഉണ്ടാവും, അത് പങ്കെടുത്ത് അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് പോരണം. പിന്നെ അത് കഴിഞ്ഞ് നേരെ മലേഷ്യയിൽ പോകണം. അവിടുന്ന് അങ്ങോട്ട് എന്താണെന്ന് എനിക്കറിയില്ല, അവിടെ വരെ നോക്കിച്ചാ പറഞ്ഞേ. അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഉറങ്ങണം. ഭാര്യ മക്കളൊക്കെ നമുക്കുണ്ട്, ജിന്നൊന്നല്ല. ഭാര്യ മക്കളും കുടുംബമൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് കാറ് വേണമെന്ന് പറയുമ്പോൾ കാറ് വാങ്ങി കൊടുക്കണം. അവരെ കരച്ചിൽ മാറ്റണം, ഭാര്യയുടെ പരാതി മാറ്റണം. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കണം. അപ്പൊ സമയത്തിൽ വലിയൊരു വിശാലത അള്ളാഹു നമുക്കങ്ങനെ ചെയ്തു തരികയാണ്. നിങ്ങളൊക്കെ ദ്വാരക്ക, അള്ളാഹു തആല കബൂലാക്കട്ടെ. അപ്പൊ വല്ലാത്തൊരു പ്രവർത്തനമാണ് ഈ ദഅവത്ത് എന്ന് പറയുമ്പോൾ. ഞമ്മക്കപ്പോൾ വീട്ടിലിരുന്ന് 2 കോഴിമുട്ടും 2 തകിടും വരച്ചാൽ തന്നെ ഞമ്മക്ക് ജീവിക്കാനുള്ള പൈസയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു വരം കൂടി ഉണ്ട്. ഇനി ജീവിക്കണം എന്ന് കരുതി വരക്കുകയാണെങ്കിലോ 4 കോഴിമുട്ടുള്ളവർക്ക് 8 കോഴിമുട്ട പറഞ്ഞാൽ മതി. അപ്പൊ ജീവിതം ഉഷാറാവും. ജീവിക്കണം എന്നുള്ളവരാണെങ്കിൽ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് നമ്മുടെ ഉസ്താദുമാർ സാദാത്യങ്ങൾ മുഴുവനും മുൻകാലത്ത് ചെയ്തു തന്ന അവരുടെ ജീവിതകാലത്തിൽ നിന്ന് മുതഅല്ലിം ദർസിന് വേണ്ടി, ഏതോ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി. പേരോട് സാർ പറഞ്ഞില്ലേ, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയല്ല, നമ്മളെ ഭക്ഷണത്തിനല്ല. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇവിടെയും അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം എത്ര മക്കളുണ്ട് ഇവിടെ പഠിക്കുന്നത്? 200 മുതഅല്ലിമീങ്ങൾ. ഇവിടെ മദ്രസ അല്ല, അവിടെ മീമുയാവൊക്കെ എഴുതി. നമ്മളെ സിലബസാണ് ആണോ? എനിക്ക് അങ്ങനത്തെ കണ്ട ഭയങ്കര ഇഷ്ടമാണ്. മദ്രസ ബഹുമാനപ്പെട്ട സുൽത്താനുൽ മുസ്താദ് അവറുകൾ ഇപ്പോൾ വയസ്സെത്രയായി? 88 കടന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദ് ഇപ്പോൾ ഇന്ന് രാവിലെ എറണാകുളത്തേക്ക് പോയി. എറണാകുളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് പോവുകയാണ്. ചെന്നൈയിൽ നിന്നും മലേഷ്യയിലേക്ക് പോവുകയാണ്. മലേഷ്യയിൽ നിന്നും നാട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞാൽ ബഗ്ദാദിലേക്ക് പോവുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇന്ത് കാട്ടിയിട്ട് കാര്യമില്ല, കുസുമ്പ് കാട്ടിയിട്ട് കാര്യമില്ല, അഹങ്കാരം നടിച്ചിട്ട് കാര്യമില്ല. അത് ജീവിതകാലത്ത് 1307 സഖാഫിമാർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. 1307 മക്കളെ ദീന് പഠിപ്പിക്കുകയാണ്. 5000-ഓളം പള്ളികൾ ഉണ്ടാക്കി, 1000-കണക്കിന് മദ്രസകൾ ഉണ്ടാക്കി. 5000 പള്ളിയിൽ വെച്ചുകൊണ്ട് കോവിഡ് സമയത്ത് എല്ലാ പള്ളികളും അടച്ചപ്പോഴും 2 ആള് സുജൂദ് ചെയ്യുന്നുണ്ട്, ഇമാമും മുഅദ്ദിനും. ഓല അവിടെ തന്നെ ഉണ്ട്. ഇമാമും മുഅദ്ദിനും സുജൂദ് ചെയ്യുമ്പോഴും സുബ്ഹാനല്ലാഹ് 5000 പള്ളിയിൽ നിന്ന് 2 ആള് സുജൂദും എത്രയായി? 10000 സുജൂദായി സുബൈക്ക്.
അപ്പോൾ 5 വക്തിന് 50,000 സുജൂദായി. അതിൻ്റെ ചെറിയൊരു ശതമാനം അപ്പോഴും കിട്ടുകയാണ്. നമുക്കപ്പോൾ ഒന്നുമില്ല, നമുക്കൊന്നുമില്ല. നമ്മളെന്ത് ചെയ്ത്, നമുക്ക് ശരിക്കും മെച്ചേനെ കോവിഡിൽ. കാരണം അയൽവാസിൻ്റെ അടുത്ത് വരെ പോയിട്ട് പിത്തനോട് പറയാൻ പറ്റില്ലല്ലോ. കാരണം എല്ലാവരും മാസ്ക് ഇട്ടിട്ടാണ്, എല്ലാവരും മാസ്ക് ഇടാം. ഒരു അയൽവാസി നമ്മളെ വരേക്ക് വന്നാൽ തന്നെ നമുക്ക് അവനോട് ചോദിച്ചാൽ മണ്ട പോ ഇങ്ങോട്ട് വരല്ലേ. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും മരണത്തിന് പേടിയാണ്, എല്ലാവർക്കും മരണത്തിന് പേടിയാണ്. അപ്പൊ ആ സമയത്തും എപ്പോഴും ബാങ്കിൽ, നല്ല ഇസ്ലാമിക ബാങ്ക്, ആ അക്കൗണ്ട് ഇങ്ങനെ ക്ലിയർ ഉണ്ടാക്കുക. പള്ളിയും മദ്രസയും ഒക്കെ ഉണ്ടാക്കിയ ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും കൂടുതൽ മദ്രസ ഉണ്ടാക്കിയത് കോവിഡിലാണ്. ഏറ്റവും കൂടുതൽ മദ്രസ ഉണ്ടാക്കിയത് കോവിഡിലാണ്. എവിടെയും പരിപാടിക്കൊന്നും പോകണ്ട, ഒരു നാട്ടിലെ പരിപാടി നടക്കുകയാണ്, ആ പരിപാടിയൊക്കെ ഓൺലൈനാണ്. 150 ആളുകൾ ഒരു മഹലിലുണ്ടെങ്കിൽ ആരും എടുക്കും പോകില്ലല്ലോ, വേറെ പണിയൊന്നുമില്ല, മൊബൈൽ മേലാണ്. 88 വയസ്സാകുന്ന നമ്മളെ പെരിയിലുള്ള വാപ്പി യൂട്യൂബ് തുറക്കാൻ പഠിച്ചത് കോവിഡ് തന്നെയാണ് സത്യം. എല്ലാം അറിയും. അതിൽ മൗലൂദ് നോക്കാൻ നോക്കിയാൽ അറിഞ്ഞ് എല്ലാവർക്കും അറിയാം. അൽഹംദുലില്ലാഹ്, അതും കുറെ സംഗതിയാണ്. ആളില്ലാതെ പ്രസംഗിക്കാനുള്ള നല്ല ഒരു ഹിമ്മത്ത് കിട്ടിയത് കോവിഡിലാണ്. ഇപ്പം നിങ്ങൾ എല്ലാവരും നീച്ചു പോയാലും നമുക്ക് പ്രശ്നമില്ല. കാരണം എന്തുകൊണ്ടാണ് കോവിഡിൽ പ്രസംഗിച്ചിരിക്കുന്നത്? കാരണം ആള് കൂടുതൽ വേണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മഹാന്മാരാകുന്ന ആളുകൾ മുഴുവനും ചെയ്തത് ദീന് പഠിപ്പിക്കുക, മുതഅല്ലിമീങ്ങളുണ്ടായി. ഇവിടെയൊക്കെ ഇപ്പൊ എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് അതൊക്കെ നടക്കുന്നത്. അല്ലാഹു അലം. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞു, ഒരു മാസം 90 ലക്ഷം റുപ്യ വേണം. ഇവിടെ എത്ര വേണം? 8 ലക്ഷം. 8 ലക്ഷം റുപ്യ. മർക്കസിൽ ഒരു ദിവസം 5 ലക്ഷം. ഒരു ദിവസം 5 ലക്ഷം. 1.5 കോടി റുപ്യ വേണം. നിർമ്മാണം കൂടാതെ ഇറ്റങ്ങളൊക്കെ ഒന്ന് കറണ്ട് ബില്ലടച്ച് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി വന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് റെഡിയാക്കി കൊണ്ടുപോകണമെങ്കിൽ അത്ര വേണം. അപ്പം നേരം വെളുത്ത് വൈകുന്നേരമാകുന്നതിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ട സുൽത്താനുള്ള ഉസ്താദ് അവർക്ക് 5 ലക്ഷം റുപ്യ കിട്ടാൻ ഞാൻ ഉറങ്ങാൻ കഴിയില്ല. ഈ ഉസ്താദിന് ഒരു മാസമാകുമ്പോൾ 8 ലക്ഷം റുപ്യാണ്. നിങ്ങളല്ല ഇതിൻ്റെ ആള്. ഇപ്പോൾ നോക്കി, നിങ്ങൾ നല്ല ഉഷാറിലായിരിക്കണം, ഒരു കടമില്ലാത്ത മാതിരി. കണ്ടാ മൂപ്പര് മുഖത്ത് നോക്കിയാൽ ഒരു കുഴപ്പമില്ല. മൂപ്പര് ബാംഗ്ലൂർ 8 ബിൽഡിങ്ങുള്ള മാതിരിയാണ് കുത്തിരിക്കണണ്ട. ഒരുപാട് പ്രശ്നമുണ്ടാവും. അത് പിന്നെ ഉസ്താദ് എബിസാ പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ബുഹാരിക്ക് ഇങ്ങനെ ചെന്നാൽ കടക്കണ് കൂടുന്നതാണ്. ഇപ്പം മർക്കസിന് 24 കോടി റുപ്യ കടമുള്ളൂ. ആ കടം നിങ്ങളൊക്കെ, അതിനൊരു വീട്ടാളൊരു പദ്ധതി ഉണ്ട്, നിങ്ങളൊക്കെ തരണതിന് പോവാവും തരണ്ട. ആ 24 കോടി റുപ്യ ഇങ്ങനെ കടമുണ്ടെങ്കിലും ബുഹാരിക്ക് ഇങ്ങനെ ചൊല്ലുമ്പോൾ അൽഹംദുലില്ലാഹ് അതിനൊരു സമാധാനമാണ്. കാരണം ഈ മക്കളെങ്ങനെ കാണുമ്പോൾ അതെല്ലാ സ്ഥാപനത്തിനും അതങ്ങനെ നല്ല കടങ്ങൾ എല്ലാ സ്ഥാപനത്തിനുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു കടം ഇല്ലാതെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ജാരിയായ ഒരു സദഖ എന്ന നിലയിൽ അൽഹംദുലില്ലാഹ് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ അൽഹംദുലില്ലാഹ് അതിൻ്റെ ഒരു പരിഹാരമാകുമെന്ന നിലയിലാണ് ഈ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ കഴിയുന്നവരൊക്കെ അതിന് വലിയൊരു സഹായം ചെയ്തു തന്നാൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം. ഒരു പില്ലർ 25,000 റുപ്യ. ആരാണ് അൽഹംദുലില്ലാഹ് ആ ഒരു ഉണ്ടാക്കുന്ന ആ ഒരു കെട്ടിടത്തിന് അതിൽ നിന്ന് എത്ര വരുമാനം കിട്ടുമ്പോഴും അതുകൊണ്ട് ഈ മുതഅല്ലിമീങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ചെലവിലേക്കാണ് അത് വരുന്നത്. അപ്പൊ ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ എന്നും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങൾ 25,000 റുപ്യ കൊടുത്തു, അത് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഈ 25 കൊടുക്കണം അൽഹംദുലില്ലാഹ് എന്നും നമുക്ക് കൂലിങ്ങൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചുപോയ വാപ്പയുടെ പേരിൽ ഉമ്മയുടെ പേരിൽ ഒരു 25,000 റുപ്യ ഒരു പില്ലർ തരാൻ പറ്റുന്ന ഒരാൾ, ഒരു ബിസ്മിൻ ചൊല്ലിയിട്ട് ഒരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ഒരാൾ ബണ്ണി കൈപ്പൊക്കെയാണ്. അല്ലാഹു തആല ഓന് ബർക്കത്ത് കൊടുക്കട്ടെ, അല്ലാഹു ഖൈർ കൊടുക്കട്ടെ, ഐശ്വര്യത്തിന്റെ കവാടം അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ഉണ്ടോ ഒരു പില്ലർ തരാൻ പറ്റുന്ന? ഒന്നിച്ചു കൊടുക്കണ്ട, ഒരു 5,000 റുപ്യ വെച്ച് ഒരു 5 മാസം കൊണ്ട് കൊടുത്താൽ മതി. അപ്പൊ 25,000 റുപ്യാവും. അൽഹംദുലില്ലാഹ്. ഒന്നിച്ചു കൊടുക്കാൻ കഴിയൂലെങ്കിൽ ഒരു 5,000 റുപ്യ ഇങ്ങനെ കൊടുത്താൽ ഒരു 25,000 റുപ്യ. ബിസ്മില്ല. ആരാ ഒരു പില്ലർ അൽഹംദുലില്ലാഹ് തരാൻ പറ്റുന്ന ഒരാൾ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ സദസ്സിൽ ബിസ്മി ചൊല്ലി ആരുമില്ലേ? നല്ല സന്തോഷത്തോടുകൂടെ ഒരു പില്ലർ ഞാൻ തരും, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരും, അതും പറ്റും. സ്വന്തം കഴിയൂലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ആരുടെയെങ്കിലും ഒക്കെ സമാഹരിച്ച് ഒരു പില്ലർ ഞാൻ ഉണ്ടാക്കി തരും. അങ്ങനെയും കുറേ ഉസ്താദുമാരെ കൊണ്ടുവിടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചവനെ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഖാജാ തങ്ങളെ ബർക്കത്ത് കൊണ്ട്
232 മദ്രസകളുടെ ബർക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു പില്ലർ തുടക്കം കുറിക്കുന്ന ഒരാൾ അല്ലാഹുവേ വലിയ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ഉണ്ടോ ഒരു പില്ലർ? അൽഹംദുലില്ലാഹ് ഉണ്ടാ? ആരുല്ലേ? നമ്മളെ അൽഹംദുലില്ലാഹ് ഒരു പില്ലർ അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ആപ്പിയമ്മയെ കണ്ടോ? ഉണ്ട് ഇല്ല? അല്ലാഹു രണ്ടുപേർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അതിന്റെ മിസ്ല സവാബ് ആ വാപ്പന്റെ ഉമ്മന്റെയും ഖബറിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. ആ പൊരുത്തം കൊണ്ട് ആ ഏറ്റെടുത്ത മോന് വലിയ ഖൈർ കൊടുക്കണം റഹ്മാനെ. ഞാനീ ചോദിക്കുന്നത് മുതഅല്ലിമീങ്ങളുടെ കാര്യത്തിന് വേണ്ടിയാണല്ലോ. അൽഹംദുലില്ലാഹ് ഏറ്റെടുക്കുന്നവരുടെ ഖൽബിനെ കാണുന്നുണ്ട്. അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, ഖാജാ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മകൻ ഫഖ്റുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, പേരമകൻ ഉസാമുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അലിയുൽ ഖുതുബുൽ അഖ്ദൽ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ഈ സദസ്സിനെ കബൂലാക്കണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ നാൾ ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ അൽഹംദുലില്ലാഹ് ഒരു പില്ലർ സംഭാവന നൽകട്ടെ എന്ന നല്ല മനസ്സോടെ പറയാൻ ബിസ്മില്ലാഹ്. ആരാ രണ്ടാമത്തെ ഒരു പില്ലർ പറയാൻ പറ്റുന്ന ആള്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേഗം പറഞ്ഞോളൂ. അൽഹംദുലില്ലാഹ്. ആരുല്ലേ? ഉണ്ടാവും. 25,000 റുപ്യ അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ ഒരു പില്ലർ ഉസ്മാൻ ജൗഹരി ഉസ്താദ്. ബാപ്പിയമ്മയെ കണ്ടോ? മരിച്ചുപോയി. നല്ല വഅദ് പറയുന്ന ആളാണ്. അല്ലാഹു നല്ല ഹിമ്മത്ത് കൊടുക്കട്ടെ, നല്ല തഅ്സീർ നൽകണം അല്ലാഹ്. ആ വാപ്പയും ഉമ്മയും മോനെ പഠിപ്പിച്ച ഒരു രംഗമുണ്ട്. മദ്രസയിലേക്കും സ്കൂളിലേക്കും ദർസിലേക്കും ആക്കിയ ഒരു രംഗമുണ്ട്. ഇന്ന് വയത് കാണാൻ ചിലപ്പോൾ വാപ്പയും ഉമ്മയും ഇല്ലെങ്കിലും അല്ലാഹുവേ അവരുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണം അല്ലാഹ്. വീടുണ്ടാക്കിയോ? സ്ഥാപനം നടത്തുന്നുണ്ട് ദാറുർ റഹ്മ. അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണം റഹ്മാനേ. ഈ സ്റ്റേജിലും സദസ്സിലൊക്കെ ഒരുപാട് ഉസ്താദുമാര് സ്ഥാപനം നടത്തുന്ന ആളുകളുണ്ട്. പടച്ചവനെ എല്ലാവർക്കും ഖിദ്മ ചെയ്യാം എനിക്കും തൗഫീഖ് നൽകണം അല്ലാഹ്. ഞാൻ പിന്നെ സ്വന്തമായി സ്ഥാപനം മർക്കസിന്റെ ആള്. അൽഹംദുലില്ലാഹ് മോനെ ഹിഫ്ദിൽ പഠിക്കണം. അല്ലാഹു നല്ല നല്ല ഹാഫിളാട്ടെ. ഹിഫ്ദിലുള്ള ഖുവത്ത് അല്ലാഹു നൽകട്ടെ. 2 പില്ലർ. മൂന്നാമത്തെ അബ്ബാസ് ഹാജി നാട്ടുകളിൽ പാലക്കാടോ? ഇവിടെ നാട്ടുകളിൽ? അതെ ഇവിടെ ഉണ്ട്. ആ പേരൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞാ പേക്കും അല്ലേ? അബ്ബാസ് ഹാജി ബാപ്പിയമ്മയുണ്ട്. അബ്ബാസ് ഹാജിന്റെ രണ്ടാളും മരണപ്പെട്ടു പോയി. മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ ഈ ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞാൻ ഓരോ ദിവസവും ഞാൻ കൈ നീട്ടാറുണ്ട്. അല്ലാഹുവേ നീ കബൂലാക്കണം അല്ലാഹ്. പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ, സാന്ത്വന ഭവനങ്ങൾ ഉണ്ടാക്കാൻ, പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്തേക്കാൻ, സുബ്ഹാനല്ലാഹ് ഉസ്താദുമാരുടെ ശമ്പളങ്ങൾ, കറണ്ട് ബില്ലുകൾ ഉൾപ്പെടെ ഓരോ ദിവസവും മജ്‌ലിസിൽ വെച്ചുകൊണ്ട് കൈനീട്ടുമ്പോൾ അവിടെയൊക്കെ ഏറ്റെടുക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ ചൊരിയണം അല്ലാഹ്. ബിസ്മില്ലാഹ്. നാലാമത്തെ ഒരാള് ബാദുഷാ മുഗ്രാൽ, അതിന് കാസർഗോഡ്. അൽഹംദുലില്ലാഹ്. ബാപ്പിയമ്മയുണ്ടോ? മോനെ കൂടുതൽ മൈക്കണ്ട എൻ്റെ അടുത്ത് എന്തൊരു അല്ലാഹ്. വാപ്പയില്ല. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. ആ ഏറ്റെടുത്ത കൂട്ടുകാരനെ നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. 4 പില്ലർ. അഞ്ചാമത്തെ പില്ലർ അല്ലാഹ് വീട് കെട്ടിയിട്ടില്ല. അല്ലാഹു പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നല്ല വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. ബാങ്കുമായി ബന്ധപ്പെടാതെ ഒരു കൊച്ചു വീടുണ്ടാക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അഞ്ചാമത്തെ പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ അഞ്ചാമത്തെ പില്ലർ? ഉണ്ടാ? ഞാൻ പറയും നിർത്തും. ബിസ്മില്ലാ. ആരെങ്കിലും ഉണ്ടോ അഞ്ചാമത്തെ പില്ലർ പറയാൻ? അല്ലാഹ് അപ്പോൾ ഒരു റൂമായി. അൽഹംദുലില്ലാഹ്. അഞ്ചാമത്തെ പില്ലർ പറയാൻ എന്നാ പകുതി പറഞ്ഞോളി. 12,500. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ? 12,500.
അൽഹംദുലില്ലാ. ഒരു 2000 റുപ്യ എങ്ങനെ കൊടുത്താൽ 5 മാസം കൊണ്ട് 10 റുപ്യ. ബിസ്മില്ലാ. ആരാള് ഒരു 12,500 പറയാൻ പറ്റും. മരിച്ചുപോയ വാപ്പയുടെ ഉമ്മയുടെ മേൽ അവരെ മഗ്ഫിറത്തിന് വേണ്ടി വരക്കാൻ, ആഫിയത്തിന് വേണ്ടി വരക്കാൻ. ബിസ്മില്ലാ. ആരുമില്ലേ 12,500 തരാൻ? എല്ലാവരും വേണ്ട പറയും. ആരുമില്ല 12,500 പറയാൻ പറ്റിയ ആള്. ചെറുതിനോട് നിങ്ങൾക്ക് താല്പര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. 12,500 ആരാ സന്തോഷത്തോടെ? 2 ആളുകൾ കൂടി ഇൻഷാ അല്ലാഹ് 5ാമത്തെ പില്ലർ പൂർത്തീകരിക്കാൻ. ബിസ്മില്ലാ. ആരാള്? ആരുമില്ലേ? ആരുമില്ല സാർ, നിർത്തുക. ആരാള്? വേപ്പനോട് കുറെ ഉണ്ടാവണത്. 12,500 പറയാൻ. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. 12,500 റുപ്യ ആകണം. 12,500. പാപ്പിയമ്മയൊക്കെ ഉണ്ടെങ്കില് ഇല്ല. 2 പേർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഭാര്യയിലും മക്കളിലും കുടുംബത്തിലും നീ ഖൈർ നൽകണം റഹ്മാനേ. 5 ആരാ? ഒരാൾ കൂടി 12,500 പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇല്ല, ഒരാളും കൂടി 12,500 പറഞ്ഞ് 5ാമത്തെ പില്ലർ പൂർത്തീകരിക്കാൻ. എന്ത് വിഷയം മനസ്സിൽ കരുതി ഏറ്റെടുക്കുന്നുവോ ആ വിഷയം പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഖമറുദ്ദീൻ 12,500 വാപ്പിയും വേണ്ട മോനെ. വാപ്പി കാപ്പിയങ്ങള് അതന്നെ. അതെ, അതിനാണ് കൂടുതൽ വായിക്കണ്ടോ വെച്ച്. എന്നാൽ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ ചെറിയ പൈസ ചോദിക്കാൻ പോവാണ്. അപ്പോൾ വണ്ടിയൊക്കെ കന്നോളി എല്ലാവരും തരും. ആകെ 2 ആളുണ്ട്. ഞാൻ ചോറുന്നാ നേരത്തെ എത്രങ്ങാനും ടീമേനി അവിടെ എൻ്റെ വെയ്ത്താലെ ഒരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന പേര് നമ്മളെ പേര് ഒറ്റത്തിന് കാണാൻ എല്ലായിടത്തും അങ്ങനെ ബാങ്കത്തെ എല്ലായിടത്തും ഉണ്ടാവും. വണ്ടിങ് മേലൊക്കെ തിരക്കനുണ്ടാക്കായിരുന്നു. സുബ്ഹാനല്ലാ, ഭയങ്കര തിരക്കായി. ഉടായിപ്പ് തിരക്കല. ബിസ്മില്ലാ. അല്ലാഹ് അൽഹംദുലില്ലാ. 5000 തരാൻ പറ്റുന്നവരാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ 5 പില്ലറായി. 6ാമത്തെ പില്ലർക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് ഞാൻ പറയും ഒരു 5000 റുപ്യ 5 ആൾ കൂടുമ്പോൾ ബിസ്മില്ലാ ഒരു പില്ലറാവുമല്ലോ. മാലിയല്ലേ അല്ലേ? അല്ലാഹ് കല്യാണം കഴിഞ്ഞ് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അപ്പിമ്മയുണ്ടല്ലോ അല്ലേ? അപ്പയില്ല. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. കുടുംബത്തിലും കുടുംബജീവിതത്തിലും നീ സന്തോഷം നൽകി സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ്. ബിസ്മില്ലാ. 5000. അൽഹംദുലില്ലാ. ഇപ്പൊ 2ാമത്തെ റൂം ഇങ്ങനെ പൂർത്തിയാകാണ്. അപ്പോൾ ഈ പില്ലർ കൂടി ഉണ്ടായ 2 റൂമാവും. ബിസ്മില്ലാ അവിടെ പൂർത്തിയാകണ്ട. ഒരു 5000 2ാമത്തെ ആൾ പറയും. മാലിൻ്റെ ഒപ്പം 4 ആൾ കൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5000. ഒരു 5000 തരാൻ കഴിയാതെ ഇപ്പം നിങ്ങൾ ഈ കുത്തിരിക്കണേ അങ്ങനെ 5000. 2 ആളും 5000. ഐദറും അതിൻ്റെ ഒപ്പമുള്ള ആളും 2 ആളും എടുത്തെടുത്താണ്. അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പാപ്പിയമ്മയൊക്കെ ഉണ്ടോ? ഉണ്ടാക്കൂല്ലേ? ബേ ചെല്ലി സഖാബി എന്തെങ്ങളി എത്രങ്ങാനും പരിപ്പങ്ങളൊക്കെ മർക്കസും തിന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഐദറും പിന്നെ ബാപ്പിയമ്മയുണ്ടോ ചോദിക്കും. ബേ ചോദിക്കും. ഇന്നൊന്ന് തിരിങ്ങൾക്ക് വാപ്പുണ്ടോ? ചിലവർ നാളൊരു ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞ് ഓനെന്നെ പേക്ക, കാരണം ആണ്ടൊന്നും കഴിച്ചല്ലേ. അപ്പോൾ ആരാ മരിച്ചോന്ന് ഓർമ്മയില്ല. നാളൊരു സസ്യം എന്നപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കും. എന്തിനാ ചോദിച്ചാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടായിക്കോട്ടെ എന്നിട്ട് ചോദിക്കുകയാണ്. അള്ളാഹു അതേ അള്ളാഹു കബൂലാക്കട്ടെ. 2 പേർക്കും നീ ഖൈർ നൽകണം അല്ലാഹ്. അപ്പൊ 15 20 അബ്ദുറഹ്മാൻ ചിക്മാംഗ്ലൂർ. അല്ലാഹ് 5000 റുപ്യ 5000. അതിനറിയാം മുമ്പർക്ക് ഞാൻ പറഞ്ഞ വേറെ തമാശ ഇപ്പൊ പറയാൻ പറ്റില്ല. ഓൺലൈനായിരുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഖൈർ നൽകട്ടെ. പാപ്പയുണ്ടോ? പാപ്പയും ഉമ്മയുമില്ല. 2 പേർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. ഒരാളും കൂടി 5000. ഒരാളും 5000.
ഹുസൈൻ 5000. അപ്പൊ 5 ആള് കൂടിയിട്ട് അൽഹംദുലില്ലാ 6ാമത്തെ പില്ലർ. അപ്പൊ 2 റൂമായി. വാപ്പയും ഉമ്മയുമില്ല, നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാ. അപ്പൊ 2 റൂമിന്റെ പില്ലറായി. 3ാമത്തെ പില്ലർ അൽഹംദുലില്ലാ നമ്മളെ ഫുള്ളായിട്ട് പറയാൻ പറ്റിയ ഒരാള് ആരാ? ഒരു റൂം ഫുള്ള് ആരാ? അല്ലാഹ്. സുലൈമാൻ ഹാജി സിംഗാരി. ആ പേരിട്ട 2 റൂമിനുള്ള പൈസകളുണ്ട് മുമ്പേ. പേര് അങ്ങനെയുള്ള പേര് കണ്ടാ അറിഞ്ഞ നമുക്ക്. അൽഹംദുലില്ലാ 1,62,000 ഒരു റൂം കാമിലായി അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ. അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, ഖാജാ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മകൻ ഫഖറുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, പേരമകൻ ഹുസാമുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അലിയുൽ ഖുത്ബുൽ അഖ്ദൽ പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് മജ്ലിസിനെ കബൂലാക്കണം അല്ലാഹ്. അൽഹംദുലില്ലാ 1,62,000 രൂപ. അൽഹംദുലില്ലാ റൂം ഫുള്ള്. അല്ലാഹ്. ഇനി ആരാ? ബിസ്മില്ലാ. ഹമീദ് മദക്ക. ശരിക്കും പറഞ്ഞോണ്ട് ഞാൻ അതിൽ കൂടെ പറയും എന്തെങ്കിലുമൊക്കെ. അൽഹംദുലില്ലാ 5000. അല്ലാഹു കബൂലാക്കട്ടെ. പാപ്പിയമ്മയെ കണ്ട ഹമീദ് കണ്ടേ ഉണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാ. ഇനി ആരാ? 5000 തരാൻ പറ്റും? ആകണം 5000. ഈ സഖാഫിനെ ഞാൻ 5000 രൂപ. പാപ്പിയമ്മയുണ്ടോ? ഉപ്പയും ഉമ്മയും ഭാര്യയും മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ ഈ ഭാഗ്യം നൽകണം അല്ലാഹ്. ബിസ്മില്ലാ 5000. അല്ലാഹ്. ഇനി ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ അങ്ങനെ 6 പില്ലർ കഴിഞ്ഞ് 7ാമത്തെ പില്ലർ ദറാമനാജിന്റെ 4 പില്ലർ അവിടെ ഉണ്ട്. അപ്പോ 6ഉം 4ഉം 10. 10ഉം അൽഹംദുലില്ലാ 12. 13ാമത്തെ പില്ലർ. ബിസ്മില്ലാ. അല്ലാഹ്. ആരാ? അൽഹംദുലില്ലാ പില്ലറാണ്. പാർക്കട്ടെ എന്തെങ്കിലും ബാക്കിയോ? ഇത് എത്ര റൂമുണ്ട് സാർ? കുറെ റൂമുണ്ടല്ലേ? ഇർഷാദ്. അതെ, അത് ബാക്കി പറയണ്ട. ഞാൻ പറഞ്ഞ വേക്കൂച്ചിട്ട് എന്താ ഈ സഖാഫിനെ. പാപ്പിയുണ്ടോ ഇർഷാദിന്? അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞാൻ ഇവിടുന്ന് മാത്രമല്ല, ഇവർക്ക് എല്ലാ ദിവസങ്ങൾക്കും ആയിരിക്കും. എൻ്റെ എല്ലാ മജ്ലിസിലും ഓരോ ദിവസം പോകുമ്പോൾ എൻ്റെ എല്ലാ സദസ്സും മുമ്പിൽ വെച്ചിട്ട് എനിക്ക് തവസ്സുലാക്കിയിട്ടാണ് ഞാൻ ചോദിക്കണേ. കുറേ മുത്തുമുമിനികൾ ഉണ്ടാവുമല്ലോ ഇവിടെ. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ കൊടുക്കട്ടെ. ബിസ്മില്ലാ. ഉമർ ഹാജി എത്ര? 5000 രൂപ. അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. 2. ഉപ്പയും ഉമ്മയും ഇല്ല, 2 പേർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. ഇനി ആരാ? ഇൻഷാ അല്ലാഹ് 5000. അല്ലാഹ്. സീറിന് അവിടെ നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ തോന്നാള് മൈക്കും കൊണ്ട് അങ്ങോട്ട് പോവാ. ഭക്ഷണമുള്ളിടത്താണ് ആളുകൾ. ഞാൻ കരുതി എന്തപ്പോൾ അവിടെ ഭയങ്കര തിരക്കുണ്ടാണ്. അതങ്ങനെയാണ് ആളുകൾക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കി അങ്ങോട്ടും പോകാൻ പൂജ്യം, അങ്ങോട്ട് നോക്കിക്കോളെ. ആണല്ലേ? ആ തിരക്ക് പോയിട്ട് കാര്യമില്ല. കുറച്ച് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനില്ലേ കോട്ടയിൽ? കഴിയൂലേ? ശരിക്കും അങ്ങനെ ചെയ്യണ്ടേ? ഇവർക്കാ കൊടുക്കണ്ടേ? ഇത് യോഗത്തിന് നേരം വെക്കി വരുന്നവർക്ക് ഒരു പ്രശ്നമല്ല. ചീത്തക്കാർക്കാ കിട്ടല്? നേരത്തെ വന്നവർക്ക്. ആരെ പറ്റി? ലാസ്റ്റ് വരുന്നവരെ പറ്റി അല്ലേ? അങ്ങനെയാണ് കണക്ക്. അങ്ങനെ കണക്ക്. മുത്തുമുമിനീങ്ങൾ ഇങ്ങനെ ഇരിക്കും, നേരത്തെ വന്ന് പോലെ ഇനി പോലെ അവിടേക്ക് തിരക്കാൻ പോകാൻ പറ്റുമോ? കഴിയൂല. അപ്പം അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അപ്പം എല്ലാവരും ഇങ്ങോട്ട് വരും. മുഹമ്മദ് ഹാജി എത്ര? 5000. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി നമ്മൾ നിർത്താം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇക്ബാൽ അനീഫ് എത്ര? 5000. അല്ലാഹ്. 14ാമത്തെ പില്ലർ ഇവിടെ പഠിച്ച വിദ്യാർത്ഥിയാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 3 ആളായി. ഒരു 2 ആളും കൂടി പറഞ്ഞ 14 പില്ലറാവും. ബിസ്മില്ലാ.
അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും നമുക്കും നമ്മളെ മക്കൾക്കൊക്കെ അള്ളാഹു നൽകട്ടെ. ബിസ്മില്ലാ. ഞാൻ 5000 തരാൻ പറ്റുന്നവര് ഇനി നമ്മൾ ഒന്നുകൂടി ചെറുതാക്കുക എല്ലാവരും കൂടാ. 3333 രൂപ. 3 ആൾ പറഞ്ഞാൽ 10 രൂപയാവും. ബിസ്മില്ലാ. ഒരു ഉദ്ഘാടനം ചെയ്ത് 3333. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ് ചെറിയ പൈസ. ഒരായിരച്ച 3 വട്ടം കൊടുത്താലോ 3333 രൂപ പറയാൻ പറ്റുന്ന ആൾ ആരുമില്ല? ഓൺലൈനിൽ അറിയുണ്ടോ? എന്താണ് ഈ നിയമം? നമുക്ക് നിർത്താം. ചെറിയ അത് വരൂല. ഞാൻ വരാനുള്ള വേദൊക്കെ നേരത്തെ പറഞ്ഞു. ഞാൻ അൽഹംദുലില്ലാഹ് ഈ മോമിനിയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വരക്കാം. ചെറിയൊരു പൈസ ഞാൻ ഒരാൾ 3000 അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ചെറിയൊരു പൈസ ഞാൻ കൊടുക്കച്ച ഒരു 1000 രൂപ. അതെല്ലാവരും കഴിയും. എല്ലാവരും തരണം. മുത്താലിമീങ്ങളോ 1000 മോനെ. ബിസ്മില്ലാ. 1000 രൂപ. 1000 കൈകളൊക്കെ ഒന്ന് കൈപൊക്കാണ് ദ്വാരക്കാൻ പോകണം. ചെറിയ പൈസ. ബിസ്മില്ലാ. ഒരു ഉദ്ഘാടനം ചെയ്താൽ എല്ലാവരും 1 2 3 4 5 6 അൽഹംദുലില്ലാഹ് 7 2000 7 1000 രൂപ തരാൻ ആളുകളൊക്കെ അവിടെ ലിസ്റ്റ് കൊടുക്കും. അങ്ങനെ എല്ലാവരും അൽഹംദുലില്ലാഹ് ഒരു 1000 രൂപ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും നമ്മളെ ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളൊക്കെ കൊടുക്കണം. അള്ളാഹു എല്ലാവർക്കും ഖൈർ അസീസ് 5000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഖൈർ നൽകട്ടെ. എല്ലാവരും ബിസ്മില്ലാ. ജദ്ദിദു ഈമാനക്കും. ഉമറുൽ ഫാറൂഖ് 5000 രൂപ ഓൺലൈനിലൂടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹുവേ ഹമീദ് സർക്കള 3313 അള്ളാഹു കബൂലാക്കട്ടെ. ഇർഫാന് 1000 രൂപ പൈസ അള്ളാഹു തല കുട്ടിയുടെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ സദസ്സ് കബൂലാക്കട്ടെ. എല്ലാവരും ഒന്ന് അടുത്ത് നിന്ന് നമുക്ക് ദ്വാരക്കാം. ബിസ്മില്ലാ. അബേക്കിലൊക്കെ ഇങ്ങനെ വാ. ഒരു 10 തഹ്ലീൽ ജദ്ദിദു ഈമാനക്കും. جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله. لا إله إلا നമ്മൾ ദ്വാരക്കാൻ പോകണം. ദ്വാരന്നിട്ട് ഭക്ഷണം കൊടുക്കലാണ് അതിൻ്റെ താങ്ങലാണ് അതിൻ്റെ പരിപൂർണമായ ബർക്കത്ത്. جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله. 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 أستغفر الله العظيم. 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 يا حي يا قيوم. 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 لا إله إلا الله محمد رسول الله. إلا الله محمد رسول الله. لا إله
ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് യാ അല്ലാഹ് യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹു യാ റഹ്മാനു 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 യാ റഹീം. ആ ബേക്കിലുള്ള ആളുകളൊക്കെ ഒന്ന് അടുത്ത് നിൽക്ക്. അൽഹംദുലില്ലാഹ് നല്ലൊരു സന്തോഷത്തോടു കൂടെ എല്ലാവർക്കും ഭക്ഷണം എന്നിട്ട് വാങ്ങാം. നല്ല സന്തോഷത്തോട് നല്ല മുബാറക്കായ മജ്ലിസാണ്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ജലാലത്തിന്റെ ഇസ്മ ഓരോരുത്തരും വലത്തെ കൈയിടത്തെ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഓരോരുത്തരും ചൊല്ലുക. അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ പറയുമ്പോൾ അല്ലാഹ് എന്നല്ലാതെ ഒറ്റൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്. കടങ്ങളെ നീ വീട്ടിത്തരണം അല്ലാഹ്. ഈ സ്ഥാപനം ലക്ഷ്യമിടുന്ന പദ്ധതി നീ വിജയിപ്പിക്കണം അല്ലാഹ്. മുതഅല്ലിമീങ്ങൾക്ക് അരി തരുന്നവർ, പഞ്ചസാര നൽകുന്നവർ, അവർക്ക് പച്ചക്കറി നൽകുന്നവർ, അവരുടെ എല്ലാ വിഷയങ്ങളും ഇടപെടുന്ന നല്ലവരാകുന്ന മുഹിബീങ്ങളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. അല്ലാഹ് 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 അല്ലാഹു അല്ലാഹു 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 അല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി. اللهم حسن مرادنا يا محسن المرادات. اللهم اشف امراضنا يا شافي الامراض. الله 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 الله. الحمد لله الحمد لله الحمد لله الحمد لله الحمد لله رب العالمين
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. യാ അല്ലാഹു യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ നൂർ യാ അല്ലാഹ്, യാ ഖഖാർ യാ അല്ലാഹ്, യാ ജബ്ബാർ യാ അല്ലാഹ്. സാധുക്കളാണ്, പാപികളാണ് അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പൊറുക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ്. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. കള്ളപ്രചാരകരുടെ പ്രചരണത്തിൽ നിന്ന് നീ കാക്കണം അല്ലാഹ്. അല്ലാഹുവേ നിന്റെ നദർ ഈ മജ്ലിസിൽ നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാഹ്. അല്ലാഹുവേ ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അറ്റാക്ക് നീ നൽകല്ല അല്ലാഹ്. പ്രഷർ പ്രമേഹങ്ങൾ നീ നൽകല്ല അല്ലാഹ്. മാറാത്ത ഊരവേദനകൾ, തലവേദനകൾ, കൈകാൽ കടച്ചിലുകൾ, അപസ്മാര രോഗങ്ങൾ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് മദീന. ഞങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് മദീന. ആ മദീനയിൽ ഞങ്ങൾക്കൊന്ന് എത്തണം. ആ മദീനയിൽ ഞങ്ങൾക്കൊന്ന് എത്തണം. മുത്തുനബിയെ ഞങ്ങൾക്കൊന്ന് കാണണം. മുത്തുനബിയെ ഞങ്ങൾക്കൊന്ന് കാണണം. മാ ബൈന ഖബരി വ മിംബരി, മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ ഖബറിന്റെയും എൻ്റെ മിംബറയുടെയും ഇടയിലുള്ള സ്ഥലം റൗളയാണ്. ആ റൗളയിൽ ഒരൽപ്പം നേരം ഇരിക്കണം. അല്ലാഹുവേ ഈ പാപികൾക്ക് നീ അവസരങ്ങൾ തരണം റഹ്മാനേ. അല്ലാഹുവേ അവസരങ്ങൾ നീ തരണം അല്ലാഹ്. അവിടുത്തെ ചാരത്ത് ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് ഞങ്ങൾക്ക് സലാം പറയണം. ഈ പാപികൾക്കൊരവസരം നീ തരണം റഹ്മാനേ. ഈ പാപികൾക്കൊരവസരം നീ തരണം റഹ്മാനേ. വൃത്തിയുള്ള ഖൽബ് ഞങ്ങൾക്ക് തരണം അല്ലാഹ്. വൃത്തിയുള്ള ഖൽബ് ഞങ്ങൾക്ക് തരണം അല്ലാഹ്. കിബർ ഞങ്ങൾക്ക് നൽകല്ലേ, റിയാ ഞങ്ങൾക്ക് നൽകല്ലേ, ഉജ്ബ് ഞങ്ങൾക്ക് നൽകല്ലേ, ഹസദ് ഞങ്ങൾക്ക് നൽകല്ലേ. ഖൽബിയായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ കാവൽ നൽകണം അല്ലാഹ്. അസ്ഹാബുൽ ബദറിന്റെ ഹുദൂർ ഞങ്ങളെ മജ്ലിസുകളിൽ തരണം അല്ലാഹ്. ഖാജ തങ്ങളുടെ നോട്ടം നൽകണം അല്ലാഹ്. അവിടുത്തെ മകൻ ഫഖറുദ്ദീൻ തങ്ങളുടെ നദർ നൽകണം അല്ലാഹ്. അവിടുത്തെ പേരമകൻ ഉസാമുദ്ദീൻ തങ്ങളുടെ ഹിഫ്ള് നൽകണം അല്ലാഹ്. അലിയുൽ ഖുതുബുൽ അഹ്ദൽ ഉപ്പാപ്പയുടെ നദർ നീ നൽകണം റഹ്മാനേ. അല്ലാഹുവേ കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് പള്ളിയിലെ ഇമാമിനൊരു അനൗൺസ്മെന്റ് ഉണ്ട്. ഈ കടക്കുന്ന ജനാസയുടെ പേരിൽ കടമുണ്ട്. ആ കടങ്ങൾ മക്കളേറ്റെടുത്തിരിക്കുന്നു, കുടുംബങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ഏതെങ്കിലും ഒരു സംഘടന ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മയ്യത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ല റഹ്മാനേ. അല്ലാഹുവേ കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ നീ വീട്ടണം റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്. വഴിയില്ലാത്തവർക്ക് വഴി നൽകണം അല്ലാഹ്. വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണം അല്ലാഹ്. വെളിച്ചമില്ലാത്തവർക്ക് നീ വെളിച്ചം നൽകണം റഹ്മാനേ. 232 മദ്രസകളുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിനെ ഖബൂൽ
കബൂലാക്കണം റഹ്മാനെ. 232 മദ്രസകളിൽ നിന്ന് അലിഫ് പഠിക്കുന്നുണ്ട്. ആ അലിഫ് കൊണ്ട് അല്ലാഹു എന്ന് ഉച്ചരിക്കുന്നുണ്ട്, ആ ബാഗ് കൊണ്ട് ബിസ്മി എന്ന് ചൊല്ലുന്നുണ്ട്. അല്ലാഹുവേ, ആ മദ്രസകളുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിനെ കബൂലാക്കണം അല്ലാഹ്. മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിനെ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനെ, രോഗികളാക്കി ഞങ്ങളെ കടത്തല്ല അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ, ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അറ്റാക്ക് നീ നൽകല്ല അല്ലാഹ്, പ്രഷർ പ്രമേഹങ്ങൾ നീ നൽകല്ല അല്ലാഹ്. മാറാത്ത രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. നീ ഞങ്ങൾക്ക് നൽകിയ അവയവം എടുത്തു മാറ്റേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. ഞങ്ങളെ ശരീരത്തിൽ കത്തിവെക്കേണ്ട രോഗങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. ഞങ്ങളെ ശരീരത്തിൽ കത്തിവെക്കേണ്ട രോഗങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. ഒരു ദിവസം ഞങ്ങൾക്ക് മരണമുണ്ട്, ഒരു ദിവസം ഞങ്ങൾക്ക് മരണമുണ്ട്. എവിടെ വെച്ചാണ് എപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയുകയില്ല. ആളുകൾ മുഴുവനും ക്ഷണിക്കാതെ ഓടിക്കോടുന്ന ദിവസമാണ്. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഞങ്ങൾ അറിയാത്ത ആളുകൾ ഞങ്ങളെ കുളിപ്പിക്കുന്ന രംഗമുണ്ട്. ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കാത്ത വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുന്ന രംഗമുണ്ട്. ജീവിതത്തിൽ ഞങ്ങൾ കിടക്കാൻ ആഗ്രഹിക്കാത്ത കട്ടിലിൽ ഞങ്ങളെ കിടത്തുന്ന രംഗമുണ്ട്. ആളുകൾ മുഴുവനും ഞങ്ങളെ പൊക്കിക്കൊണ്ടുപോകുന്ന രംഗമുണ്ട്. 6 അടി മണ്ണിന് താഴെ വെക്കുന്ന രംഗമുണ്ട്. 3 പിടി മണ്ണ് നമ്മുടെ ഭാഗത്തേക്ക് എറിയുന്ന രംഗമുണ്ട്. മിൻഹാ ഖലഖനാകും, നിന്നെ ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. വഫീഹാ നുഈദുകും, ഈ മണ്ണിലേക്ക് നിന്നെ മടക്കുകയും ചെയ്തു. വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ, ഒരു സമയം ഈ മണ്ണിൽ നിന്ന് നിന്നെ എണീപ്പിക്കുന്ന രംഗമുണ്ട് എന്ന് പറഞ്ഞ അവസാനത്തെ വാക്കും പറഞ്ഞ് കുടുംബങ്ങളും മക്കളും നമ്മളെ ഇട്ടേച്ച് പോകുന്ന രംഗമുണ്ട്. ആ സമയത്ത് ഖബറിൽ നമുക്കാരുമില്ല. ഇരുട്ടാകുന്ന ബെഡ്റൂമിൽ പ്രകാശം നൽകുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവേ, അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്, അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. എല്ലാ നബിമാർക്കും ഒരു ദുആ അല്ലാഹു കൊടുത്തിട്ടുണ്ട്, ആ ദുആക്ക് ഉത്തരവും കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം മീന്റെ വയറ്റിൽ കുടുങ്ങിയപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ദുആയെ ഉപയോഗപ്പെടുത്തി. യൂനുസ് നബിയുടെ ദുആയുടെ അവസരം കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൽ കുടുങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ടവർ രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്തു, രക്ഷപ്പെട്ടു, അവസരം കഴിഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദുആ ചെയ്തു, രക്ഷപ്പെട്ടു. എന്നാൽ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഒരു ദുആ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ ദുആക്ക് ഉത്തരമുണ്ട്. നമ്മുടെ നബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദുആ ചെയ്തിട്ടില്ല. തന്റെ ഉമ്മത്തീങ്ങളിൽ നാളെ മഹ്ശറയിൽ ഹിസാബ് കഴിഞ്ഞ് പ്രയാസപ്പെടുമ്പോൾ ഓരോ നബിമാരും നഫ്സി 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 എന്ന് വിളിക്കുമ്പോ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഉമ്മത്തി എന്ന് വിളിക്കുന്ന ഏക നബിയുണ്ടെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്ന അവിടുത്തെ ഇഷ്ടപ്പെട്ട ഉമ്മത്തീങ്ങളിൽ സാധുക്കളാകുന്ന ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. സാധുക്കളാകുന്ന ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. സാധുക്കളാകുന്ന ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. മയ്യത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയേണ്ട ഗതികേട് തരല്ല റഹ്മാനെ. ഒരു റോഡിന്റെ അരികിൽ നിന്നോ ഒരു ഹമ്പിന്റെ ചാരത്തോ ഒരു കുഴിയുടെ ചാരത്തോ നിന്ന്
ഒരു ബക്കറ്റ് കാണിച്ച് ആ ബക്കറ്റിന്റെ മുകളിൽ ഞങ്ങളെ ഫോട്ടോ ഒട്ടിച്ചുകൊണ്ട് റോഡരികിൽ വെച്ചുകൊണ്ട് പിരിവെടുക്കേണ്ട രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്, നീ തരല്ല അല്ലാഹ്, നീ തരല്ല റഹ്മാനേ. രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് സുബ്ഹാനല്ലാഹ് ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ റമദാനിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ 38 ഡിഗ്രിയും 40 ഡിഗ്രിയിലും ഒക്കെ 4ഉം 5ഉം ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എനിക്കൊരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ 1 ഗ്ലാസ് വെള്ളം മാത്രമേ എൻ്റെ ശരീരത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള ആവതിന് വേണ്ടി തങ്ങളുപ്പാ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു രോഗി, അല്ലാഹു നമുക്ക് യഥേഷ്ടം വെള്ളം കുടിക്കാൻ അവസരം തന്നില്ലേ? അല്ലാഹു നമുക്ക് ഭക്ഷണം കഴിക്കാൻ അവസരം തന്നില്ലേ? ആ അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാനെ, ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാനെ, ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ശരീരത്തിന്റെ ഉള്ളിലോ പുറത്തോ വല്ല രോഗങ്ങളുണ്ടെങ്കിൽ ഈ മുബാറക്കായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണം അല്ലാഹ്. ധാരാളം സഹോദരിമാർ സഹോദരങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. ഈ മജ്‌ലിസിൽ ധാരാളം ആളുകൾ അരികൾ നൽകിയവരുണ്ട്, സംഭാവനകൾ നൽകിയവരുണ്ട്, മാംസങ്ങൾ നൽകിയവരുണ്ട്, അത് പാകം ചെയ്യുന്നവരുണ്ട്, പാക്ക് ചെയ്യുന്നവരുണ്ട്, വിതരണം ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ ചൊരിയണം അല്ലാഹ്, നീ ഖൈർ നൽകണം റഹ്മാനേ. ഒരു യൂട്യൂബർ അടുക്കൽ ചെന്ന് ഞങ്ങളെ 2 കിഡ്നിയും നഷ്ടപ്പെട്ട് അതില്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ട് ഒരു യൂട്യൂബർ അടുക്കൽ ചെന്ന് ഗൂഗിൾ പേക്ക് വേണ്ടി അപേക്ഷിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ്. പടച്ചവരെ, ഞങ്ങളെ സദസ്സിൽ മുതഅല്ലിമീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, സാദാതീങ്ങളുണ്ട്, പ്രായം ചെന്ന ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഗർഭിണികളാകുന്ന സഹോദരിമാരുണ്ട്, ചെറിയ മക്കളെ കൈപിടിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് കൈയുയർത്തുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസ് നീ കബൂലാക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്, നീ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളെ യാത്രകളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്, ഞങ്ങളെ ഡ്രൈവർമാർക്ക് ബറക്കത്ത് നൽകണം അല്ലാഹ്, ഞങ്ങളെ ഖാദിമീങ്ങൾക്ക് ബറക്കത്ത് നൽകണം അല്ലാഹ്. ഒരൊറ്റ സയ്യിദിനെയും തെറി വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ. ഒരു സയ്യിദിനെ തെറി വിളിക്കുമ്പോൾ മദീനയിൽ നിന്ന് ഉപ്പാപ്പ വേദനിക്കുന്നുണ്ട്, എന്റെ പേരക്കുട്ടിയെ വേദനിപ്പിച്ചവനാണ്, അതുകൊണ്ട് സ്വർഗത്തിലെ റെക്കമെന്റ് മുത്തുനബിയോട് കിട്ടുകയില്ല. അതുകൊണ്ട് ഏത് രാഷ്ട്രീയമാകട്ടെ, ഏത് സംഘടനമാവട്ടെ, ഏത് വിഷയമാണെങ്കിലും ഒരു സയ്യിദിനെ തെറി വിളിക്കരുത് കേട്ടോ, ഒരു ആലിമിനെ തെറി വിളിക്കരുത് കേട്ടോ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരമാണ് ആലിമീങ്ങൾ. ഒരു ആലിമിനെ തെറി വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അംബിയാക്കന്മാര് വേദനിക്കുന്നുണ്ട്. അല്ലാഹുവേ, നല്ലവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. 5 വക്ത നിസ്കാരം കറക്റ്റ് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുക റഹ്മാനെ. ആരെയും ചീത്ത പറയുന്ന നാവ് നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ 25,000 രൂപയുടെ പില്ലറുകൾ ഏറ്റെടുത്തവർ, 12,500 നൽകിയവർ, 1,62,000 നൽകിയത്, ഇനിയും നൽകുന്നത്, പടച്ചവനെ എല്ലാം നീ കബൂലാക്കു റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് നിന്റെ ഹിഫ്ള് തരണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ രാത്രി ഉറങ്ങേണ്ട സമയത്തൊന്നും ഉറങ്ങാറില്ല, അതുകൊണ്ട് ഷുഗർ തന്ന് ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ. ഞങ്ങൾ രാത്രി കിടന്നുറങ്ങാൻ നിന്നാൽ കുറേ പള്ളി മദ്രസയൊക്കെ ഉണ്ടാക്കലൊക്കെ നിന്ന് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആരോഗ്യം തരണം റഹ്മാനെ, നല്ല ഹിഫ്ള് തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവൻ ഉസ്താദുമാർക്കും നല്ല ഹിഫ്ള് നൽകണം റഹ്മാനെ. ഇവിടെയുള്ള എല്ലാ സദസ്സിൽ വന്ന മുത്തുമുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കൊക്കെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ ഹമീദ് ലത്തീഫ്. 5000 എല്ലാവരും ഒരു ചെറിയ സംഖ്യ, ഒന്നും കയ്യിൽ ഒരു 1000 റുപ്യ മനസ്സിൽ കരുതിക്കോ. അള്ളാഹു നിങ്ങൾ 1000 റുപ്യക്കൊന്നും നിങ്ങളെ കൊടുക്കൂല. നിങ്ങളെല്ലാവരും 1000 റുപ്യ ഏറ്റെടുത്താൽ ഈ സ്ഥാപനത്തിൻ്റെ കാര്യം റാഹത്താവും. ഞാൻ ചോദിക്കുന്നത് എൻ്റെ കാര്യമല്ല,
അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ അത് ചെയ്യുക. അവസാനം നിങ്ങളെ കയ്യിലുള്ള ചെറിയൊരു ഹദിയ അത് ഞാൻ ഉണ്ടാക്കുന്ന മദ്രസകൾക്കാണ് ഞാൻ എല്ലാവർക്കും ചോദിക്കുക. അതുകൊണ്ട് എല്ലാവരും ചെറിയൊരു ഹദിയ എൻ്റെ കയ്യിൽ തന്നാൽ അൽഹംദുലില്ലാഹ് അത് ഒരു പാവപ്പെട്ട മദ്രസയുണ്ട്, ആ മദ്രസക്കാണ് അത് ചെയ്യുക. അല്ലാഹു തആല അങ്ങനെ കൈ നീട്ടിയാണ് ഒരു സ്ഥലത്ത് 1,72,00,000 1.25 കോടിയുടെ പദ്ധതി പൂർത്തീകരിച്ചത്. എല്ലായിടങ്ങളിലും ആ നാട്ടുകാരുണ്ടാവും, ഇവിടെ ആരുമില്ല. അല്ലാഹു സന്തോഷം നൽകട്ടെ. അൽഹംദുലില്ലാഹ്. സിദ്ദീഖ് പാത്തൂര് 10,000 റുപ്യ അല്ലാഹു കബൂലാക്കട്ടെ. 10,000 അല്ലാഹു കബൂലാക്കട്ടെ. അവന്റെ മനസ്സിൽ അല്ലാഹു ലക്ഷ്യമുണ്ട്. ഇനി ആർക്കെങ്കിലുമൊക്കെ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാം. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ്. ഹമീദ് കബക്ക 3,310 അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. അൽഹംദുലില്ലാഹ്. ഒരു 5 ചാക്ക് സിമന്റ് പറയാൻ പറ്റുന്നവരാരാ? ബിസ്മില്ലാഹ്. 5,000 ചാക്ക് സിമന്റ്. അബൂബക്കർ ഹാജി 5,000 റുപ്യ അല്ലാഹു കബൂലാക്കട്ടെ. ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. സദാ അൽഹംദുലില്ലാഹ്. എല്ലാവരും അബൂബക്കർ ഹാജി തലക്കി 5,000 റുപ്യ. പിന്നാരുള്ള തങ്ങളെ കൈ എന്ന മുസാഫത്ത് അതിൻ്റെ ഇടയിൽ തങ്ങളെ കൊണ്ട് ദ്വാരിപ്പിക്കാം. നമ്മളെ പരപ്പ് ഖത്തീബ് ഉസ്താദ്, ഇവിടെയുള്ള ഇറ പരപ്പ് ഖത്തീബ് ഉസ്താദ്, സഖാഫി ഉസ്താദ് 1000 റുപ്യ. പരപ്പ് ഖത്തീബ് 1000 റുപ്യ. നമ്മളെ ആസാദ് മമ്മസ്ചാന്റെ പേരിൽ മകന് 1000 റുപ്യ. ആസാദ് മമ്മസ്ച ബോളംതൂര് അവരെ പേരിൽ മകന് 1000 റുപ്യ. ബിസ്മില്ലാഹ്. പിന്നെ നമ്മൾ അബൂബക്കർ എഴുതുന്നുണ്ടല്ലേ, അബൂബക്കർ കടമ്പു 1000 റുപ്യ. അബൂബക്കർ കടമ്പു 1000 റുപ്യ. നമ്മളെ അബ്ദുറഹ്മാൻ സുരുവയിൽ നമ്മളെ ജൗളിന്റെ അബ്ദുറഹ്മാൻ 1000 റുപ്യ. സിദ്ദീഖ് സഖാഫ് എഴുതുന്നുണ്ടല്ലേ അബ്ദുറഹ്മാൻ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ, വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ. ഡിസംബർ 1-ാം തീയതി മഹാനായ കബക്ക ഉസ്താദിന്റെ വീട്ടിൽ എല്ലാ വർഷവും നടക്കുന്ന ജലാലിയ റാത്തീബ് ഡിസംബർ 1-ാം തീയതി നടക്കും. ജനുവരി 25, 26 ഉസ്മാൻ ജൗഹരി ഉസ്താദിന്റെ സ്ഥാപനത്തിൽ വലിയ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ദാറുർ റഹ്മ